യേശുവിൽ പ്രിയ സഹോദര, നിങ്ങൾക്ക് യേശുവിൻ്റെ നാമത്തിൽ എല്ലാ അഭിവാദനങ്ങളും അർപ്പിക്കുന്നു. ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ, ഈ ശുശ്രൂഷ സംബന്ധിക്കുവാൻ നിങ്ങളിപ്പോൾ എടുത്ത താല്പര്യത്തിനായിട്ട് ദൈവനാമത്തിൽ നന്ദി പറയുന്നു. നിങ്ങളിപ്പോൾ കാണാൻ പോകുന്ന ഈ ശുശ്രൂഷകളെല്ലാം തന്നെ ദൈവവചനത്തിൽ അധിഷ്ഠിതമായ കാര്യങ്ങളാണ്. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും പരമാവധി ഇതിനകത്ത് ഉൾപ്പെടുത്തുവാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളും നിങ്ങളുടെ കുടുംബവും അനുഗ്രഹിക്കപ്പെട്ടെന്ന് യേശുവിൻ്റെ സ്നേഹനാമത്തിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. അവൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കുന്നു. യേശു പ്രകാരം പറയുന്നു. ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 21-ാം തിരുവചനം, നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഈ തിരുവെഴുത്ത് നിറവേറിയിരിക്കുന്നു. നിങ്ങളിപ്പോൾ ഇത് കേട്ടിരിക്കെ തന്നെ, ഇത് കണ്ടുകൊണ്ടിരിക്കെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ മേഖലകളിലേക്കും യേശു തന്റെ വചനം അയക്കുന്നു. നിങ്ങളുടെ കുടുംബവും വിശുദ്ധീകരിക്കപ്പെടട്ടെ. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ടിവിയും മറ്റുപകരണങ്ങളുമെല്ലാം യേശുവിന്റെ രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെടട്ടെ. പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി പറയട്ടെ. നിങ്ങൾ ഏതെങ്കിലും ജോലിയിൽ വ്യാപൃതരാകുന്ന സമയത്ത് ദയവായി ഇതിലുള്ള ശുശ്രൂഷകൾ കാണരുത്. ധ്യാനപൂർവകമായ മനസ്സോടെ, താല്പര്യത്തോടെ ഇതിലെ ഓരോ ശുശ്രൂഷകളെയും നിങ്ങൾ കാണുക. താല്പര്യപൂർവ്വം കണ്ട് ദൈവത്തിന്റെ വചനത്താൽ നിറയുക. മറ്റൊരു കാര്യമുള്ളത്, നിങ്ങൾക്ക് ഏതെങ്കിലും സമയത്ത് നിർത്തിവെക്കണമെന്ന് തോന്നുമ്പോൾ നിർത്തിവെച്ചിട്ട് വീണ്ടും തുടർന്ന് കാണാവുന്നതാണ്. നിങ്ങൾ എപ്പോൾ കാണുന്നോ അപ്പോഴെല്ലാം പ്രാർത്ഥനാ അനുഭവത്തോടെ ആയിരുന്നു കൊണ്ട് കാണുമ്പോൾ പൂർണ്ണമായും വലിയൊരു പ്രയോജനം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. വിശുദ്ധമായൊരു മനസ്സുണ്ടാകാൻ തിരുവചനം കേൾക്കണം. വിശുദ്ധമായൊരു മനസ്സുണ്ടാകാൻ തിരുവചനം കേൾക്കണം. തിരുവചനത്തിൻ കൃപയാൽ പുതിയൊരു ഹൃദയമൊരുങ്ങും നമ്മിൽ. തിരുവചനത്തിൻ കൃപയാൽ പുതിയൊരു ഹൃദയമൊരുങ്ങും. നിങ്ങളുടെ ജീവിതത്തിൽ ക്ഷമിക്കുവാനും വിശുദ്ധീകരിക്കപ്പെടാനും പുതിയൊരു ജീവിതം ആരംഭിക്കാനും കർത്താവ് ഈ ശുശ്രൂഷകളിലൂടെ നിങ്ങളെ ഒരു ഉപകരണമാക്കട്ടെ. ലോകം മുഴുവനും കർത്താവിൻ്റെ വചനം കേൾക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ മനുഷ്യരോടും ചേർന്നുകൊണ്ട്, എല്ലാ വിശുദ്ധരോടും ചേർന്നുകൊണ്ട് നമ്മളതിനെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം. പിതാവായ ദൈവത്തിൻ്റെ കൃപയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ രക്ഷയും പരിശുദ്ധാത്മാവിന്റെ വലിയ സഹവാസവും സാന്നിധ്യവും നമ്മളെല്ലാവരും കൂടെ ഉണ്ടായിരിക്കും. ജീവിക്കുന്നു ദൈവം ജീവിക്കുന്നു, ഇന്നുമെന്നും ദൈവം ജീവിക്കുന്നു. ജീവിക്കുന്നു ദൈവം ജീവിക്കുന്നു, ഇന്നുമെന്നും ദൈവം ജീവിക്കുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തിങ്കലായിരുന്നു. ആ വചനം സത്യദൈവമായിരുന്നു, സത്യദൈവം ത്രിത്വമായിരുന്നു. അത്തിവൃക്ഷം പൂത്തില്ലെങ്കിലും, ഒലിവുമരത്തിൽ കായ്കളില്ലാതായാലും, മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും ആനന്ദിക്കും, കർത്താവിൽ ആനന്ദിക്കും. മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും ആനന്ദിക്കും, കർത്താവിൽ ആനന്ദിക്കും. ചെറുപാടാ. അത്തിവൃക്ഷം പൂത്തില്ലെങ്കിലും, ഒലിവുമരത്തിൽ കായ്കളില്ലാതായാലും. ചെറുപാടാ. അത്തിവൃക്ഷം
പൂത്തില്ലെങ്കിലും, ഒലിവുമരത്തിൽ കായ്കളില്ലാതായാലും, മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും ആനന്ദിക്കും, കർത്താവിൽ ആനന്ദിക്കും. മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും ആനന്ദിക്കും, കർത്താവിൽ ആനന്ദിക്കും. ശ്രമിക്കട്ടെ. അത്തിവൃക്ഷം പൂത്തില്ലെങ്കിലും, ഒലിവുമരത്തിൽ കായ്കളില്ലാതായാലും, നീലാകാശത്തിൽ പറന്നുയർന്നാലും, ആഴിതൻ ആഴത്തിൽ നീന്തി തുടിച്ചാലും, നീലാകാശത്തിൽ പറന്നുയർന്നാലും, ആഴിതൻ ആഴത്തിൽ നീന്തി തുടിച്ചാലും, ആലയിൽ ആട്ടിൻപറ്റം ഇല്ലാതായാലും ആനന്ദിക്കും, കർത്താവിൽ ആനന്ദിക്കും. സകല കഷ്ടതകളിൽ നിന്നും അവിടുന്ന് അവനെ രക്ഷിച്ചിരിക്കുന്നു. ദൈവം നമ്മളെ ഓരോരുത്തരെയും വ്യക്തിപരമായി കാണുന്നു, വളരെയേറെ സ്നേഹിക്കുന്നു. ഓരോ പ്രഭാതവും നമുക്ക് ദൈവം തരുന്നത് ദൈവത്തിൻ്റെ സ്നേഹം എന്താണെന്ന് കാണിച്ചു തരാനും അവിടുത്തോടു കൂടെ ചിലവഴിക്കാനുമാണ്. കർത്താവ് ഈ ദിവസവും നമ്മളിവിടെ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നു. നമ്മളെല്ലാവരും പരിശുദ്ധരാകണം, വിശുദ്ധരാകണം എന്നുള്ള വലിയൊരു ആഗ്രഹം ദൈവത്തിനുണ്ട്. നമുക്ക് കണ്ണടയ്ക്കാം. കണ്ണടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ ദൈവം എൻ്റെ കൂടെ വസിക്കുന്നു. അവിടുത്തെ പരിശുദ്ധമായ ശക്തി എൻ്റെ ഉള്ളിലുണ്ട്. കർത്താവിൻ്റെ വലിയ ശക്തി നമ്മോട് ഒപ്പമുണ്ട്. അവിടുന്ന് പറയുന്നു, നിങ്ങളെല്ലാവരും വിശുദ്ധരാവുക. നിങ്ങളെ വിളിച്ചിരിക്കുന്നത് വിശുദ്ധിയിലേക്കാണ്. 1 പത്രോസ് 1:15 നാം വായിക്കുന്നു, നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ എല്ലാ പ്രവൃത്തികളിലും നിങ്ങൾ പരിശുദ്ധരായിരിക്കണം. എല്ലാ പ്രവൃത്തികളിലും, ഒരു പ്രവൃത്തിയിൽ പോലും അശുദ്ധി ഉണ്ടാകാൻ പാടില്ല. എല്ലാ പ്രവൃത്തികളിലും നമ്മൾ പരിശുദ്ധരാകണം. പിതാവായ ദൈവം പരിശുദ്ധനാണ്, യേശു പരിശുദ്ധനാണ്, പരിശുദ്ധാത്മാവ് പരിശുദ്ധിയുള്ള ആത്മാവാണ്, അവിടുന്ന് പരിശുദ്ധനാണ്. സ്വർഗം മുഴുവനും പരിശുദ്ധിയുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇതേ പരിശുദ്ധി കൊണ്ട് നമ്മൾ നിറയപ്പെടണം. ഹൃദയശുദ്ധിയുള്ളവരാണ് ഭാഗ്യവാന്മാർ, അവർക്കാണ് ദൈവത്തെ കാണുവാൻ സാധിക്കുക. നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധിക്ക് വേണ്ടി വളരെയേറെ ആഗ്രഹിക്കുന്ന ഒരു ദിവസമാണിത്. കർത്താവെ, എനിക്കൊരു വിശുദ്ധനാകണം, വിശുദ്ധയാകണം. എനിക്ക് മുമ്പ് കടന്നുപോയ നിരവധി വിശുദ്ധർ ഇന്നുണ്ട്. ഈ വിശുദ്ധരെല്ലാം ഞാൻ വിളിച്ചു പ്രാർത്ഥിക്കുമ്പോഴും അവരെ മാധ്യസ്ഥം തേടുമ്പോഴും എല്ലാം അവരായിരുന്ന, അവർ കണ്ടെത്തിയ അതേ വിശുദ്ധിയിലേക്ക് ഞാൻ കടന്നു വരാനും അവർ സ്വീകരിച്ച വിശുദ്ധി കൊണ്ട് സ്വീകരിക്കപ്പെടാനും വേണ്ടി ഞാൻ കടന്നു വന്നിരിക്കുകയാണ്. എല്ലാ വ്യക്തികളും യേശുവിൽ വിശ്വസിക്കുന്നവരെല്ലാം വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവെ, എന്നെ വിശുദ്ധീകരിക്കണമെന്ന് പറയാം. മാലാഖമാർ ദൈവത്തിന്റെ പരിശുദ്ധി കണ്ടുകൊണ്ട് വിളിച്ചു പറഞ്ഞു, പിതാവായ ദൈവമേ, അവിടുന്ന് പരിശുദ്ധനാകുന്നു. ദൈവപിതാവേ, അവിടുന്ന് ഞങ്ങളുടെ അപ്പനാണ്, ഞങ്ങളുടെ പിതാവാണ്, അതിനാൽ അവിടുന്ന് പരിശുദ്ധനാകുന്നു. യേശു കർത്താവേ, അവിടുന്ന് പരിശുദ്ധനാകുന്നു. പരിശുദ്ധാത്മാവേ, അവിടുന്ന് പരിശുദ്ധനാകുന്നു. ആ വിശുദ്ധർ പറഞ്ഞ അതേ വാക്കുകള്, മാലാഖമാർ ഏറ്റുപാടിയ അതേ വാക്കുകള് നമുക്കും ചേർന്നിപ്പോൾ പാടി പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുന്ന് പരിശുദ്ധനാകുന്നു. ദൈവമേ, അവിടുന്ന് പരിശുദ്ധനാകുന്നു. സ്വർഗത്തിന്റെ പരിശുദ്ധം മുഴുവൻ കർത്താവേ ഞങ്ങളായിരിക്കുന്ന ഇവിടെ മുഴുവനും വന്ന് നിറയട്ടെ. ഞങ്ങളെല്ലാവരും പരിശുദ്ധി കൊണ്ട് നിറയപ്പെടട്ടെ. സ്വർഗത്തിന്റെ പരിശുദ്ധി കൊണ്ട് എല്ലാവരും നിറയപ്പെടട്ടെ. ദൈവപിതാവേ, എന്നുടെ താതൻ നീ, ദൂതന്മാർ രാപ്പകൽ വാഴ്ത്തിടുന്നു. നന്ദിയാൽ വണങ്ങും തിരുമുൻപിൽ നേരം എന്നുമെന്നും നീ ആരാധ്യനായി. നന്ദിയാൽ വണങ്ങും തിരുമുൻപിൽ നേരം എന്നുമെന്നും നീ ആരാധ്യനായി. നീ പരിശുദ്ധൻ, നീ
ദൈവമേ നീ മാത്രം യോഗ്യനാ. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാ. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ. ദൈവമേ നീ മാത്രം യോഗ്യനാ. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാ. യേശുനാഥായൻ കർത്തനാം രക്ഷകൻ നീ. ദൂതന്മാർ രാപ്പകൽ വാഴ്ത്തിയിടുന്നോ. നന്ദിയാൽ വണങ്ങും തിരുമുൻപിൽ നേരം എന്നുമെന്നും നീ ആരാധ്യനാ. നന്ദിയാൽ വണങ്ങും തിരുമുൻപിൽ നേരം എന്നുമെന്നും നീ ആരാധ്യനാ. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ. ദൈവമേ നീ മാത്രം യോഗ്യനാ. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാ. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ. ദൈവമേ നീ മാത്രം യോഗ്യനാ. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാ. പാവനാത്മാവേ ആശ്വാസപ്രദൻ നീ. ദൂതന്മാർ രാപ്പകൽ വാഴ്ത്തിയിടുന്നു. നന്ദിയാൽ വണങ്ങും തിരുമുൻപിൽ ഇന്നേരം എന്നുമെന്നും നീ ആരാധ്യനാ. നന്ദിയാൽ വണങ്ങും തിരുമുൻപിൽ ഇന്നേരം എന്നുമെന്നും നീ ആരാധ്യനാ. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ. ദൈവമേ നീ മാത്രം യോഗ്യനാ. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാ. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ. ദൈവമേ നീ മാത്രം യോഗ്യനാ. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാ. അവിടുന്ന് പരിശുദ്ധനാകുന്നു. ആ വലിയ പരിശുദ്ധി കൊണ്ട് ഞങ്ങളെല്ലാം നിറയപ്പെടട്ടെ. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കണ്ണുകളെ അടച്ച് എല്ലാവരും വാതുറന്ന് ഉച്ചത്തിൽ കർത്താവിന്റെ പരിശുദ്ധിയെ അംഗീകരിച്ച് ആ പരിശുദ്ധിയെ കണ്ണുകൊണ്ട് കർത്താവിനെ വിളിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വർഗ്ഗത്തിന്റെ പരിശുദ്ധി ഞങ്ങളിലേക്ക് എല്ലാം വ്യാപിക്കട്ടെ കർത്താവേ. എല്ലാവരും ചേർന്ന് സ്വരമുയർത്തി കർത്താവിന്റെ സത്യം ഞങ്ങൾ നിറയട്ടെ. യോഹന്നാന്റെ സുവിശേഷം 15:3 ഒരിക്കൽ കൂടി നമുക്ക് വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കിയിട്ട് ഇന്ന് നമ്മൾ വിശുദ്ധീകരണ മേഖലകളെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഈശോ പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായി തീർന്നിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് പറയുന്ന വാക്ക് നിമിത്തമാണ് നമുക്ക് ആ വാക്കാണ് നമ്മളെ വിശുദ്ധിയിലേക്ക് നയിക്കുക.
സത്യത്തിൻ്റെ വാക്കുകൾ, വചനം, ഇത് നമ്മോട് കർത്താവ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഒരു മനുഷ്യന്റെ സ്വന്തം കഴിവാല് അവന് പാപത്തെക്കുറിച്ച് കണ്ടെത്താൻ പറ്റത്തില്ല, വിശുദ്ധിയെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റത്തില്ല. വിദ്യാഭ്യാസമുള്ളത് കൊണ്ടോ പാരമ്പര്യമുള്ളത് കൊണ്ടോ കഴിവുള്ളത് കൊണ്ടോ ഒരു വ്യക്തിക്ക് വിശുദ്ധീകരണ അവസ്ഥ തിരിച്ചറിയാനായിട്ട് പറ്റണമെന്നില്ല. കാരണം നമുക്കിന്ന് കാണാൻ പറ്റും, ലോകത്തിൽ ഒരുപാട് പ്രാർത്ഥിക്കുന്നവരുണ്ട്, ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരുണ്ട്, നല്ല വിദ്യാഭ്യാസമുള്ളവരുണ്ട്, പാരമ്പര്യമുള്ളവരുണ്ട്. എന്നാൽ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അവർ പതറിപ്പോകുന്നു, ആത്മഹത്യ ചെയ്യാനോ അല്ലെങ്കിൽ ജീവൻ നശിപ്പിക്കാനോ ഒക്കെ ആഗ്രഹിച്ചു പോകുന്നു. അതുകൊണ്ട് തന്നെ ഈശോ വ്യക്തമായിട്ട് പറയുകയാണ്, യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 8-ാം തിരുവചനം നാം വായിക്കുകയാണ്, പരിശുദ്ധാത്മാവ് വന്ന് അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇപ്പൊ പരിശുദ്ധാത്മാവാണ്, ദൈവത്തിന്റെ ആത്മാവാണ് നമുക്ക് ബോധ്യം തരുന്നത്. നമ്മൾ എങ്ങനെ ജീവിക്കണം, ശരി ഏതാണ് തെറ്റ് ഏതാണെന്ന് നമ്മളെ കാണിച്ചു തരുന്ന ആത്മാവ് ദൈവത്തിന്റെ ആത്മാവാണ്. പരിശുദ്ധാത്മാവ് നമ്മിലുള്ളപ്പോഴാണ് നമുക്ക് ആ ആത്മാവിന്റെ പ്രവർത്തനമുള്ളപ്പോഴാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്, എന്നാൽ ആ പരിശുദ്ധാത്മാവിന്റെ വാക്കുകൾക്ക്, പ്രവർത്തനങ്ങൾക്ക് നമ്മൾ വില കൊടുക്കുമ്പോഴാണ് നമുക്ക് വിശുദ്ധനാകണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവുക. പ്രൈസ് ദി ലോർഡ്. ഏത് വിശുദ്ധന്റെ ജീവചരിത്രം എടുത്താലും നമ്മൾ കാണുന്നൊരു കാര്യം അതുകൊണ്ടാണ്, ദൈവം പറഞ്ഞ വാക്കിന്റെ അടിസ്ഥാനത്തിലാണ് അവർ മാനസാന്തരപ്പെട്ടിരിക്കുന്നത്. ഒരാശയത്തിന്റെയോ ഒരു തത്വത്തിന്റെ അടിസ്ഥാനത്തിലല്ല, ദൈവം പറഞ്ഞ വാക്കിന്റെ അടിസ്ഥാനത്തിൽ. നമ്മുടെ ഇപ്പോഴത്തെ മാർപ്പാപ്പ ആദ്യമായിട്ട് പ്രസംഗിച്ച പ്രസംഗത്തിൽ ഇങ്ങനെ ഒരു കാര്യം പറയുകയുണ്ടായി, സ്വന്തം ആശയത്താലോ തത്വത്താലോ അല്ല ഞാൻ സഭയെ നയിക്കാൻ ആഗ്രഹിക്കുന്നത്, ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. എന്നിട്ട് പറയുകയാണ്, കൂട്ടിച്ചേർക്കുകയാണ്, ക്രിസ്തുവിന് നിങ്ങളുടെ ജീവിതത്തിൽ പ്രഥമ സ്ഥാനം ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ദൈവവചനമാണ് അടിസ്ഥാനം. ദൈവം എന്തു പറയുന്നുവോ അതെന്താണെന്ന് തിരിച്ചറിയാനും അത് മനസ്സിലാക്കി നമ്മുടെ ശരിയും തെറ്റും എന്താണെന്ന് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. യെശയ്യാ പ്രവചന പുസ്തകത്തിൽ നമ്മൾ വായിക്കുകയാണ്, തിന്മയെ നന്മയെന്നും നന്മയെ തിന്മയെന്നും വിളിക്കുന്നവർക്ക് ദുരിതമാണ്. ഒരുപാട് പേരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളെല്ലാമാണ് ശരി, എനിക്ക് എന്താണ് തെറ്റെന്ന് തോന്നുന്നത് അതെല്ലാം തെറ്റാണ്. എന്നാൽ കർത്താവ് പറയുകയാണ്, നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് ശരിയാകണമെന്നില്ലെന്ന് ദൈവം പറയും. അതുകൊണ്ട് എൻ്റെ ഇഷ്ടമനുസരിച്ച് ദൈവമേ നീ കടന്നു വരണമെന്നല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ദൈവത്തിന്റെ ഇഷ്ടം എന്താണോ ആ ഇഷ്ടത്തിലേക്ക് എനിക്ക് ചെല്ലാനുള്ള എളിമയുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരുപാട് ധ്യാനം കൂടിയിട്ടും ഒരുപാട് പ്രാർത്ഥിച്ചിട്ടും മനുഷ്യന്റെ ജീവിതത്തിൽ പ്രാർത്ഥനകൾക്ക് വേണ്ട രീതിയിലുള്ള ഫലം അനുഭവിക്കാത്തതിന്റെ കാരണം യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 7-ാം തിരുവചനം. ഇന്ന് നമ്മൾ വിശുദ്ധ കുർബാനയിൽ ഒന്ന് വായിക്കാം, 15:7 വിശുദ്ധ കുർബാനയിൽ നമ്മൾ ഇന്ന് വായിച്ച ഭാഗമാണ്. അതിനകത്ത് വളരെ വ്യക്തമായിട്ട് ഈശോ പറയുന്നുണ്ട്, നിങ്ങൾ എന്നിൽ വസിക്കുകയും നിങ്ങൾ എന്നിൽ വസിക്കുകയും, നിങ്ങൾ എന്നിൽ വസിക്കണം, എന്റെ കൂടെ വസിക്കണം. എന്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ, എന്റെ വാക്കുകൾ അതേതാ? ദൈവവചനം, ദൈവത്തിന്റെ വാക്ക്, അത് നിങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക. ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക എന്ന് വെച്ചാൽ അർത്ഥം, ദൈവത്തിന്റെ വാക്ക് നിലനിൽക്കുകയാണെങ്കിൽ ദൈവവാക്കിന് അനുസൃതമായിട്ടുള്ളതേ ചോദിക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. കള്ളിശാപ്പ് കിട്ടാൻ വേണ്ടി ചോദിക്കത്തില്ല, പ്രശ്നങ്ങൾ ഉണ്ടാകാൻ വേണ്ടി ചോദിക്കത്തില്ല, അല്ലെങ്കിൽ ഒരു പാപം ചെയ്യാനുള്ള സഹായത്തിന് വേണ്ടി കർത്താവിനോട് ചോദിക്കത്തില്ല. അപ്പൊ തെറ്റ് ചെയ്യാൻ വേണ്ടി, ഇപ്പൊ മോട്ടിക്കാൻ പോകുന്ന ആളും ക്രിസ്ത്യാനിയാണെങ്കിൽ പ്രാർത്ഥിക്കും, കർത്താവ് ഇന്ന് ചെല്ലുന്ന വീട്ടിലെല്ലാം ഒരു കുഴപ്പവും ഇല്ലാതെ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ക്രമീകരിക്കണമേ. കള്ളിച്ചാപ്പുകാരനും പടമൊക്കെ എടുത്ത് വെച്ചിട്ട് അയാളും ക്രിസ്ത്യാനിയാണെങ്കിൽ തിരുഹൃദയത്തിന് മുമ്പ് തിരികെ കത്തിച്ചിട്ട് പ്രാർത്ഥിക്കും, കർത്താവെ ഈ ഏരിയയിലുള്ള ഒറ്റ എണ്ണം ധ്യാനം കൂടാൻ പോകരുത്, പൊയ്ക്കഴിഞ്ഞാൽ നമ്മുടെ കാര്യം കുഴപ്പത്തിലാകും, അതുകൊണ്ട് എല്ലാവരും മാനസാന്തരപ്പെടാൻ പാടില്ല ആരും, അതുകൊണ്ട് എല്ലാവരും ഇങ്ങോട്ട് വരണം. അപ്പൊ ആ മനുഷ്യനും പ്രാർത്ഥിക്കുന്നുണ്ട്, ആ വ്യക്തിയും പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ ആ പ്രാർത്ഥനയുടെ പ്രത്യേകത എന്താണ്? ആ വ്യക്തി ദൈവത്തിന്റെ വാക്കിന് അനുസൃതമായിട്ടല്ല പ്രാർത്ഥിക്കുന്നത്. ഇവിടെ പറയുകയാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ ചോദിച്ചോ, ഞാനത് തരാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ ഇഷ്ടമുള്ളത് ചോദിക്കാം. അപ്പൊ ഇഷ്ടമുള്ളത് എന്താ ചോദിക്കുന്നത്? ദൈവത്തിന്റെ വാക്ക് നിലനിൽക്കുന്നവൻ, ദൈവത്തെ അറിയുന്നവന്റെ പ്രാർത്ഥനയ്ക്കും ചോദ്യത്തിനുമൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. അത് ഒരിക്കലും ഫലമില്ലാതെ പോകുന്നില്ല, ഫലമുള്ളതായിട്ട് പോകും.
തിരുവചനം പറയുന്നുണ്ട്, നീതിമാന്റെ പ്രാർത്ഥന ദൈവത്തിന്റെ സന്നിധിയിലെത്തും. അതുകൊണ്ടാണ് നമ്മൾ വിശുദ്ധരോട് മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നതിന്റെ കാര്യം എന്താണ്? വിശുദ്ധരോട് പറയുകയാണ്, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയാൻ കാരണം എന്താണ്? അവർ വിശുദ്ധരായതുകൊണ്ട് അവരുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം വളരെയേറെ വില കൊടുക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ അവർ വിശുദ്ധരായതുകൊണ്ടാണ്. വിശുദ്ധർക്ക് ദൈവത്തെ കാണാൻ പറ്റുന്നു, ദൈവത്തോടു കൂടെ അവർ വസിക്കുന്നു. അതുകൊണ്ടാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിലും നമ്മൾ എന്ത് ചെയ്യണം? വിശുദ്ധരാകണം, ദൈവത്തെ കാണണം, ദൈവത്തോട് ചേർന്നിരിക്കാൻ ആഗ്രഹമുള്ള വ്യക്തികളായി മാറ്റപ്പെടണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്ന് കരമത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഓരോ വ്യക്തിയും മനസ്സിലാക്കേണ്ട വളരെ അടിസ്ഥാനപ്പെട്ട ഒരു കാര്യമാണ്, എൻ്റെ ജീവിത രീതിക്ക് യാതൊരു മാറ്റവും വരുത്തുന്നില്ല, എൻ്റെ ജീവിത രീതിയോട് ദൈവം സഹകരിച്ച് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. അപ്പൊ അതുകൊണ്ട് ദൈവത്തിന്റെ ഇഷ്ടം എന്താണോ അത് തിരിച്ചറിഞ്ഞിട്ട് അതിനെ കണ്ടെത്തിയിട്ട് അതിലേക്ക് ഞാൻ തിരിച്ചു ചെല്ലണം. മാനസാന്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ വാക്കി പറഞ്ഞാൽ ദൈവത്തിന്റെ മനസ്സിന് അനുസൃതമായി അനുയോജ്യമായ രീതിയിൽ എന്റെ മനസ്സിനെ മാറ്റുന്ന അവസ്ഥയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ മനസ്സിന്റെ പ്രവർത്തനത്തിന് അനുസൃതമായി എന്റെ മനസ്സിനെ മാറ്റുക. സക്കീവൂസ് ചെയ്ത ഒറ്റ കാര്യം അതാ. യേശു വീട്ടിൽ വന്നെന്ന് പറഞ്ഞ അനുഗ്രഹം ഉണ്ടാണോന്നില്ല. ഈശോ വീട്ടിൽ വന്നുകൊണ്ട് വീട്ടിൽ വന്നു, ഈശോ ഭക്ഷണമൊക്കെ കഴിച്ചു, കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷെ അതുവരെയും അവന്റെ ജീവിതത്തിൽ ലക്ഷ്യമുണ്ടായിരുന്നില്ല. എന്നാൽ അവന്റെ ജീവിതത്തിൽ മനസ്സിന് മാറ്റമുണ്ടായി അവൻ ചില തീരുമാനമെടുത്തപ്പോൾ ഈശോ അവനോടൊരു കാര്യം പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ ചിലർക്കൊരു ധാരണയുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ കുറെ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ദൈവം എന്നെ അനുഗ്രഹിക്കും എന്നുള്ളത്. അപ്പൊ എന്താണ് അതിന്റെ അടിസ്ഥാനം? ഞാൻ എങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ല, പിന്നെയോ കർത്താവ് എന്നെ അനുഗ്രഹിച്ചോളും. ദൈവം നമ്മളെല്ലാം അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുക എപ്പോഴും. പക്ഷെ അത് സ്വീകരിക്കാൻ പലപ്പോഴും നമുക്ക് പറ്റാത്തതിന്റെ കാരണം, ദൈവത്തിന്റെ കൃപ സ്വീകരിക്കാൻ പറ്റാത്തതിന്റെ കാരണം ദൈവവിരുദ്ധമായ നിരവധി കാര്യം നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ട്. ഇത് വെച്ചും കൊണ്ട് കർത്താവ് നിന്റെ അനുഗ്രഹം കിട്ടണം, ഞാൻ നന്നാകുന്ന കാര്യം ഒന്നും പറ്റില്ല. ഞാൻ ഓർക്കുകയാണ്, ധ്യാന കേന്ദ്രത്തില് ഒരു ചേട്ടൻ ധ്യാനിക്കാൻ വന്നു. ഒരുപാട് ചേട്ടന്മാർ വരുന്നു. അതിലൊരു ചേട്ടൻ ധ്യാനത്തിന്റെ 4-ാം ദിവസമായിട്ട് അസ്വസ്ഥപ്പെട്ട് ഇങ്ങനെ നടക്കുക. ഞാൻ ഈ ചേട്ടനോട്, ചേട്ടാ എന്താ ധ്യാനമൊന്നും ശരിയാകുന്നില്ലേ, എന്താ ബുദ്ധിമുട്ടുള്ളത്, കൗൺസിലിംഗ് ഒക്കെ നടത്തിയോ? ചേട്ടൻ പറഞ്ഞു, ഞാൻ 10 കൗൺസിലേഴ്സിന്റെ അടുത്ത് പോയി, പക്ഷേ ഇവിടുത്തെ കൗൺസിലർമാർ ആരും ശരിയല്ല. ഞാൻ ചോദിച്ചു, എന്താ കാര്യം? എനിക്കൊരു കാര്യം പരിഹരിക്കാൻ പറ്റത്തില്ല, യേശുക്രിസ്തുവാണ് എല്ലാം പരിഹരിക്കുന്നത്. അതിനാൽ ചേട്ടന്റെ പ്രശ്നം എന്താണെന്ന് പറയുകയാണെങ്കിൽ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കാം. അപ്പൊ ചേട്ടൻ പറഞ്ഞു, പ്രശ്നമൊന്നുമില്ല, ഞാൻ ഒരു കാര്യം കൗൺസിലേഴ്സിനോട് പറഞ്ഞപ്പം അവര് പറയുന്നത് ആ കാര്യം ശരിയാകുന്ന കാര്യമല്ലെന്ന്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യം ശരിയാണെന്ന് ഏത് കൗൺസിലർ പറയുന്നോ ആ കൗൺസിലറാണ് നല്ല കൗൺസിലർ. വളരെ അവസ്ഥ. അപ്പൊ നമ്മുടെ ആശയത്തിലും നമ്മുടെ ഇഷ്ടത്തിലും ഒരു മാറ്റവും വരുത്താതെ അത് ശരിയാണെന്ന് മറ്റുള്ളവർ പറയണം, ദൈവം പറയണം. ദൈവം ഒരിക്കലും പറയത്തില്ല. കാരണം കർത്താവ് കരുണയുള്ളവനും സ്നേഹമുള്ളവനും എന്ന് പറയുന്നതിന്റെ കാരണം തന്നെ അവൻ യാതൊരുവിധ അഡ്ജസ്റ്റ്മെന്റും ചെയ്യുന്നവനല്ല. പ്രൈസ് ദി ലോർഡ്. സ്വർഗ്ഗത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കാരണം തെറ്റിന്റെ കാര്യത്തിൽ തെറ്റ് ചെയ്യുന്നവരെ കർത്താവ് സ്നേഹിക്കുന്നുണ്ട്, പക്ഷേ തിന്മയെ ഒരിക്കലും കർത്താവ് സ്നേഹിക്കുന്നില്ല. കാരണം ആ തിന്മ വരുന്നത് ദൈവത്തിൽ നിന്നല്ല, ദൈവത്തിന് വിരുദ്ധമായ അവസ്ഥയിൽ നിന്നാണ്. അപ്പൊ അതുകൊണ്ട് ഓരോ വ്യക്തിയും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തെറ്റ് ചെയ്യുമ്പോഴെല്ലാം ദൈവത്തിൽ നിന്ന് നമ്മൾ അകലുകയാണ്. ഓരോ തെറ്റ് ചെയ്യുമ്പോഴും നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നുകൊണ്ടേ ഇരിക്കുന്നു. അപ്പൊ നമ്മളെ തെറ്റി ജയിച്ച് അകത്തുന്നവൻ എന്ത് പറയും? ഇതിനെല്ലാം കാരണം ദൈവമാ, ഇതിനെല്ലാം കാരണം ദൈവമാ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് ദൈവത്തിന്റെ കരുണയും സ്നേഹവും ഒക്കെ നമുക്കായിട്ട് എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അത് സ്വീകരിക്കാൻ നമുക്ക് സാധിക്കും. റോമാ 5:5 നാം വായിക്കുന്നുണ്ട്, നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ കരുണ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. എന്ന് വെച്ചാൽ അർത്ഥം എപ്പോഴും വന്നുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. എന്ന് കരമത്തി പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്ന ഓരോ തെറ്റുകളും നമ്മളെ നശിപ്പിക്കുന്നു. നമുക്ക് വായിക്കാം 1 യോഹന്നാൻ
3-ാം അധ്യായം അതിന്റെ 4 മുതലുള്ള തിരുവചനം വായിക്കാം. 1 യോഹന്നാൻ 3 അതിന്റെ 4 മുതലുള്ള തിരുവചനം. അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും, ഒരു മനുഷ്യൻ തെറ്റ് ചെയ്യുന്നത് എന്താണ്, എന്ത് കാരണത്താലാണ്, അല്ലെങ്കിൽ എന്തിന്റെ ലംഘനമാണ് തെറ്റ് എന്നുള്ളത്, അല്ലെങ്കിൽ പാപം എന്നുള്ളത് വ്യക്തമായി പറയുന്നുണ്ട്. 1 യോഹന്നാൻ 3:4 നമുക്ക് വായിക്കാം. പാപം ചെയ്യുന്നവൻ നിയമം ലംഘിക്കുന്നു. പാപം ചെയ്യുന്നവൻ നിയമം ലംഘിക്കുന്നു. ഏത് നിയമമാണ്? ലോകത്തിൽ ഒരുപാട് നിയമമുണ്ട്. ആ നിയമങ്ങളൊന്നുമല്ല, ദൈവം നൽകിയ സ്നേഹത്തിന്റെ, കരുണയുടെ നിയമങ്ങൾ. എല്ലാ നിയമത്തിന്റെയും പ്രത്യേകത, ദൈവം നിയമം നൽകിയിരിക്കുന്നത് നമുക്ക് കൂടുതൽ സ്വാതന്ത്ര്യം ഉണ്ടാകാൻ വേണ്ടിയാണ്. ഇപ്പം ലോകത്തിലും നിയമങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. നമ്മൾ മനസ്സിലാക്കണം, റോഡിൽ കൂടി ഇന്ന വഴി കൂടെ വാഹനം പോകണമെന്ന് നിയമം വെച്ചിരിക്കാൻ കാരണം അപകടം ഉണ്ടാകാതിരിക്കാനാണ്. ഓരോരുത്തർക്കും ഓരോ നിയമം ഉണ്ടെങ്കിൽ അവരെ ഇഷ്ടമനുസരിച്ച് അവർ പോകും, ഒരുപാട് അപകടങ്ങൾ സംഭവിക്കും, എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാകും. എന്നാൽ എല്ലാവർക്കും സ്വീകാര്യമായിരിക്കുന്ന രീതിയിൽ നല്ല നിയമങ്ങൾ കടന്നു വരുന്നുണ്ട്. ഇവിടെ ദൈവം നമുക്ക് നിയമം നൽകിയിരിക്കുന്നത് അതെന്തിനു വേണ്ടിയിട്ടാ? നമ്മുടെ ജീവിതത്തിൽ നിരവധി തെറ്റുകൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ആണ് ദൈവം നിയമം നൽകിയ. നിയമം എല്ലാം സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് നിയമം ലംഘിക്കുന്നവരാണ് ദൈവം പറഞ്ഞ നിയമം. ഈ നിയമത്തെ മറ്റൊരു പേര് വിളിക്കാം, വചനം എന്ന് വേണമെങ്കിലും വിളിക്കാം ഇതിനെ, നിയമത്തെ. അപ്പൊ അതുകൊണ്ട് ഈ നിയമത്തെ ഒരിക്കലും നമ്മൾ ലംഘിക്കാൻ പാടില്ല. നിയമം ലംഘിക്കുന്നവൻ പാപം ചെയ്യുന്നു എന്ന് പറയുന്നു. അടുത്ത വേണം വായിക്കാം നമുക്ക് താഴെ. പാപം നിയമലംഘനമാണ്. പാപം നിയമ ലംഘനമാണ്. പാപം നിയമ ലംഘനമാണ്. തുറന്നു വായിക്കാം താഴോട്ട്. പാപങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടിയാണ് അവൻ പ്രത്യക്ഷനായത്. യേശു വന്നത് നമ്മുടെ പാപങ്ങളെ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. സ്വരത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപം ചെയ്യുന്നവരെ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെയ്ത പാപത്തെ ഓർത്ത് അനുദപിച്ചു കഴിഞ്ഞാൽ യേശുക്രിസ്തു അത് ഏറ്റെടുത്തോളും. അടുത്ത വേണം വായിക്കാം. പാപങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടിയാണ് അവൻ പ്രത്യക്ഷനായത്. പാപങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടാണ് അവൻ പ്രത്യക്ഷനായത്. അവനിൽ പാപമില്ല. അവനിൽ പാപമില്ല. ആര് പാപമില്ല? യേശുവിൽ പാപമില്ല. അപ്പൊ യേശുവിൽ പാപമില്ലെങ്കിൽ യേശുവിൽ വിശ്വസിക്കുന്നവരും പാപം ഉണ്ടാകാൻ പാടില്ല. അപ്പൊ നമ്മൾ പറയുകയാണ്, യേശുവിലുള്ളതെല്ലാം എനിക്ക് വേണം, യേശുവിനുള്ളതെല്ലാം എനിക്ക് വേണം, ദൈവത്തിലുള്ളതെല്ലാം എനിക്ക് വേണം. അതുകൊണ്ടാണ് ദൈവത്തിലുള്ളതാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ചോദിക്കുന്ന കാര്യം. ഇപ്പൊ രോഗസൗഖ്യമാണെങ്കിലും, കടബാധ മാറണമെങ്കിലും, കുടുംബത്തിലെ പ്രശ്നം മാറണമെങ്കിലും, ഇതെല്ലാം നമുക്ക് ശരീരവും സമ്പത്തും ആയുസ്സും കുടുംബവും ഒക്കെ തന്നിരിക്കുന്ന ദൈവമാണ്. അപ്പൊ ദൈവത്തിൽ നിന്ന് അനുഗ്രഹം കിട്ടണമെങ്കിൽ എന്താണ് എൻ്റെ അർത്ഥം? ദൈവത്തിലുള്ളത് നമ്മിലേക്ക് ഒഴുകി വന്നുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ ഓരോരുത്തരും പാപം ചെയ്യുമ്പോൾ ദൈവത്തിന് വിരുദ്ധമായിട്ടാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തുറന്നു വായിക്കാം നമുക്ക്. അവനിൽ വസിക്കുന്ന ഒരുവനും പാപം ചെയ്യുന്നില്ല. അവനിൽ വസിക്കുന്ന ഒരുവനും പാപം ചെയ്യുന്നില്ല. അവന്റെ കൂടെ നടന്നു കഴിഞ്ഞാൽ പാപം ചെയ്യാൻ തോന്നുക പോലുമില്ല. പ്രലോഭനം ഉണ്ടാവും, അത് വേറെയാ, പ്രലോഭനം വേറെയാ കേട്ടോ. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, കയറി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലരുടെ ഒഴിവ് കഴിവ് ഇങ്ങനെയാണ്, മനുഷ്യനല്ലേ, പാപം ചെയ്യും, പാപം ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെയുള്ള ഒഴിവ് കഴിവുകളുണ്ട്. ശരി തന്നെയാണ്, മനുഷ്യനാണ്, മനുഷ്യൻ പാപം ചെയ്യും. എന്നാൽ അങ്ങനെ ഒരു ഒഴിവ് കഴിവ് പറഞ്ഞു വെച്ചും കൊണ്ട് എപ്പോഴും പാപം ചെയ്തുകൊണ്ട് ജീവിക്കാനേ എനിക്ക് പറ്റത്തുള്ളൂ എന്നുള്ളത് അത് ദൈവത്തിന് യോജിച്ച പ്രവൃത്തിയല്ല, ദൈവത്തോട് ചേർന്നിരിക്കുന്നവർക്ക് യോജിച്ച പ്രവൃത്തിയല്ല. പാപത്തിന് പ്രലോഭനം ഉണ്ടാകും, പക്ഷെ അതിനകത്ത് അടിമപ്പെടാതിരിക്കാൻ വേണ്ടി ദൈവത്തിന്റെ ശക്തി നമുക്ക് ചുറ്റും എപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് വിശുദ്ധർക്കെല്ലാം പ്രലോഭനം ഉണ്ടായിരുന്നു. എന്നാൽ ആ വിശുദ്ധർ പാപത്തിന്റെ പ്രലോഭനങ്ങളെ അതിജീവിച്ച് അവർ മുന്നോട്ട് പോകാൻ തീരുമാനമെടുത്തു. തുറന്നു വായിക്കാൻ താഴോട്ട് നമുക്ക്. പാപം ചെയ്യുന്ന ഒരുവനും അവനെ കണ്ടിട്ടില്ല. കണ്ടോ, പാപം ചെയ്യുന്ന ഒരു വ്യക്തിയും ആരെ കണ്ടിട്ടില്ല? ദൈവത്തെ കണ്ടിട്ടില്ല. അപ്പൊ ദൈവത്തെ കാണാതെയാണ് പാപത്തിൽ കഴിയുന്ന വ്യക്തി എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതും ഒരുപാട് ദൈവത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഓരോ വ്യക്തിയും ചിന്തിക്കണം, പാപം ചെയ്യുന്ന ഞാൻ ഒരിക്കലും ദൈവത്തെ കണ്ടിട്ടില്ല. യാക്കോസ്യയുടെ പുസ്തകം 1-ാം അധ്യായം 15 മുതലുള്ള തിരുവചനങ്ങളിൽ എങ്ങനെയാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പാപം രൂപം കൊള്ളുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യാക്കോസ്യയുടെ പുസ്തകത്തിൽ 1-ാം അധ്യായം 15 മുതലുള്ള തിരുവചനം വായിക്കും. ദുർമോഹം ഗർഭം ധരിച്ച്, ദുർമോഹം, തെറ്റായ മോഹങ്ങൾ ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. അപ്പൊ തെറ്റായ മോഹങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? പാപത്തെ പ്രസവിക്കാൻ തുടങ്ങും. പാപം പൂർണ്ണ വളർച്ച പ്രാപിക്കുമ്പോൾ മരണത്തെ ജനിപ്പിക്കുന്നു. പാപം പൂർണ്ണ വളർച്ച പ്രാപിക്കുമ്പോൾ മരണത്തെ ജനിപ്പിക്കും. ഇത് വലിയൊരു സത്യമായ കാര്യമാണ്. വചനം മുഴുവനും സത്യമാണ്. ഇത് വളരെ വ്യക്തമായിട്ട് നമുക്ക് തിരിച്ചറിയാവുന്ന ഒരു കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. സ്വരത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോഴത്തെ മാർപ്പാപ്പ 2000 എഴുതിയ
വിശ്വാസ തിരുസംഘത്തിന്റെ പ്രിഫക്റ്റ് ആയിരുന്നപ്പോൾ എഴുതിയ ഒരു പുസ്തകമുണ്ട്. അതിന്റെ പേര് ഇങ്ങനെയാണ്, രോഗശാന്തിയെക്കുറിച്ചുള്ള സഭയുടെ കാഴ്ചപ്പാട്. രോഗശാന്തിയെക്കുറിച്ചുള്ള സഭയുടെ കാഴ്ചപ്പാട്. അപ്പൊ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ രണ്ട് രീതിയിൽ മനുഷ്യന് രോഗമുണ്ടാകുന്നതിനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്, പ്രതിപാദിക്കുന്നുണ്ട്. ഒന്ന്, ദൈവം അനുവദിക്കുന്ന രോഗങ്ങൾ, അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് സഹനം എന്ന് വിളിക്കും. ദൈവം അനുവദിക്കുന്ന രോഗങ്ങൾ. അപ്പൊ ദൈവം അനുവദിക്കുന്ന രോഗം ഏതാണെന്ന് ചോദിച്ചാൽ ജോബിനുണ്ടായിരുന്നത് അതാണ്. വിശുദ്ധ കൊത്തിരേസ്യയ്ക്ക്, അതുപോലെ നിരവധി വിശുദ്ധർക്ക് ദൈവം അനുവദിച്ച്, അത് വിശുദ്ധർക്ക് മാത്രമേ അനുവദിക്കത്തുള്ളൂ. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജോബിനെ സംബന്ധിച്ചോളം നമുക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് അറിയാൻ പറ്റും. ജോബിന്റെ മനസ്സ് ദൈവത്തോടായിരുന്നു, ദൈവത്തോട് ചേർന്നിരിക്കുക. അതുകൊണ്ടാണ് പിശാച് വന്നിട്ട് പറഞ്ഞു, നീ അവന്റെ ശരീരത്തിന്മേലൊന്ന് കൈവയ്ക്കാവോ? ദൈവത്തോട് ചോദിച്ചു, കൈവയ്ക്കാവോ? അന്നേരം അറിയാം അവന്റെ സ്വഭാവം മാറാൻ പോകുന്നത്. കർത്താവ് പറഞ്ഞു, ഒരു കുഴപ്പമില്ല, നീ ജീവനെ തൊടാൻ പാടില്ല, കാരണം അതിനകത്ത് അവകാശം നിനക്കില്ല, നീ കൈവച്ചോളാൻ പറഞ്ഞു. സാത്താൻ കൈവച്ചു, ശരീരം മൊത്തം പുഴുവെടുത്തു. ജോബിനൊരു കുലുക്കവുമില്ല. മക്കൾ മരിച്ചു, എല്ലാം നഷ്ടപ്പെട്ടു, ഒരു കുലുക്കവുമില്ല. ഇതെല്ലാം സംഭവിച്ചിട്ടും ആള് വളരെ സന്തോഷത്തോടെ ഇന്ന് പറഞ്ഞു, കർത്താവ് തന്നു, കർത്താവ് എടുത്തു. പ്രൈസ് ദി ലോർഡ്. എന്നുവെച്ചാൽ അർത്ഥം, കർത്താവ് തന്നത് കൊണ്ട് കർത്താവിന് അതിൻ്റെ മേൽ അവകാശമുണ്ട്, അതുകൊണ്ട് കർത്താവ് ചെയ്തു. നമ്മളെല്ലാം കർത്താവ് തന്നതും കർത്താവ് നമുക്ക് വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്നതുമായ കാര്യങ്ങൾ ഉപയോഗിക്കുന്നവരാണ്. ജോബ് പറഞ്ഞു, അത് കർത്താവിന് അവകാശപ്പെട്ടതാ, അവന് ആർക്ക് വേണമെങ്കിലും അനുവാദം കൊടുക്കാം നമ്മുടെ മേല്. ഈ ഒരു ബോധ്യം ജോബിനുണ്ടായിരുന്നു. എന്നാൽ മറ്റൊരു രീതിയുണ്ട്, നമ്മൾ കാണുന്നുണ്ട്, പാപത്തിലൂടെ മനുഷ്യൻ രോഗത്തിലേക്ക് കടന്നു വരുന്നു. ആ പുസ്തകത്തിന്റെ ആരംഭത്തിൽ തന്നെ എഴുതിയിരിക്കുന്ന ഒരു കാര്യമാണ്, നിയമാവർത്തന പുസ്തകത്തിന്റെ 28 നമ്മൾ കാണുന്ന ഒരു കാര്യം. അങ്ങനെ രോഗം വരുന്നു. ആദിമ കാലഘട്ടങ്ങളിലുണ്ടായിരുന്ന നിരവധി രോഗങ്ങളുടെ കാരണം അതാണെന്ന് ബൈബിൾ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. സ്വരത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം ഇന്ന് ഒരുപാട് മനുഷ്യര് വളരെയേറെ ദൈവത്തെ തെറ്റിദ്ധരിക്കുന്നുണ്ട്. ഈ രോഗമെല്ലാം ദൈവം കൊണ്ട് തന്നിരിക്കുന്നതാണ്, അതുകൊണ്ട് ഞാൻ നന്നാകാൻ വേണ്ടിയിട്ടാണ് ദൈവം രോഗം തന്നിരിക്കുന്നത്, കഷ്ടപ്പാട് തന്നിരിക്കുന്നത്, ബുദ്ധിമുട്ട് തന്നിരിക്കുന്നത്. നാം തിരിച്ചറിയണം. ഇന്നലെ അച്ഛൻ വ്യക്തമായിട്ട് ക്ലാസ്സിൽ പറഞ്ഞതാണ്. നമ്മൾ വീണ്ടും ഒന്ന് ചെറുതായിട്ട് ചിന്തിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. അതിനോട് ചേർന്നുകൊണ്ട് തന്നെ, ദൈവം ഒരിക്കലും ആരെയും ശിക്ഷിക്കാനോ അല്ലെങ്കിൽ വേദനിപ്പിക്കാനോ ദുഃഖിപ്പിക്കാനോ ആഗ്രഹിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ വർഷം വ്യക്തമായിട്ട് കത്തോലിക്കാ സഭ ദിവ്യകാരുണ്യ വർഷമായിട്ട് പ്രഖ്യാപിക്കാനുള്ള കാരണം തന്നെ അതാണ്. ദൈവത്തിന്റെ കാരുണ്യവും സ്നേഹവും എന്താണെന്ന് ദൈവജനം അറിയണം. കാരണം നാശത്തിനായിട്ടുള്ള ഒരു പദ്ധതിയും ഒരുക്കിയിട്ടില്ല. ശുഭമായ ഭാവിയും പ്രത്യാശ നൽകുന്ന പദ്ധതിയാണ് നിങ്ങൾക്കുള്ളതെന്ന് ജെറമ്യ 29:11 പറയുമ്പോൾ അതിന്റെ അർത്ഥം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഞാൻ എവിടെയാണ് നിൽക്കുന്നത്? നാശകരമായിട്ട് എൻ്റെ കുടുംബത്തിലുള്ള ദാരിദ്ര്യം, രോഗം, കടബാധ്യത, കഷ്ടപ്പാടുകള്, തകർച്ചകള് ഇത് ദൈവം തന്നതാണെന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയും ഇത് വരാൻ കാരണമായിരിക്കുന്ന പാപത്തെയോ പൈശാചിക പ്രവർത്തനങ്ങളെ ഉപേക്ഷിക്കാതെ അതിനെ അനുകൂലിക്കുകയും ചെയ്യുന്ന നിരവധി പേരുണ്ട്. അതുകൊണ്ടാണ് പരിശുദ്ധ പിതാവ് എഴുതിയ ഒരു ചാക്രിക ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, പിശാച് പറയുന്ന ഏറ്റവും ഒരു കാര്യമാണ്, വളരെ വ്യക്തമായിട്ട് അവൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ കാലഘട്ടങ്ങളിൽ. പിശാച് എന്ന് പറയുകയാണ്, പിശാചില്ല. തിന്മയുണ്ട്, പക്ഷെ സാത്താനില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. കരം പറ്റി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 1 യോഹന്നാൻ 3:8 നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്, പാപം ചെയ്യുന്നവരെല്ലാം പിശാചിൽ നിന്നുള്ളവരാ. അപ്പൊ ഇത് ചെയ്യിക്കുന്ന എന്നെ കൊണ്ട് സാത്താനാണ്, അതുകൊണ്ട് അത് ചെയ്യിക്കുന്ന അവനല്ല എന്ന് അവൻ തന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഈ പ്രബോധനങ്ങളിലേക്ക് നമ്മൾ തിരുമ്പോ എന്ത് പറ്റും? ദൈവത്തിന്റെ കരുണയും സ്നേഹത്തെയും നമ്മൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുക. നിയമാവർത്തന പുസ്തകത്തിന്റെ 28:11 മുതലുള്ള തിരുവചനങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. 11 മുതലുള്ള തിരുവചനങ്ങൾ അവിടെ ചില രോഗങ്ങളെ കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നിനക്ക് നൽകുമെന്ന് നിന്റെ പിതാക്കന്മാരോട് ശബ്ദം ചെയ്തിട്ടുള്ള ദേശത്ത് കർത്താവ് ധാരാളം മക്കളെയും കന്നുകാലികളെയും നിനക്ക് തരും. ഉണ്ടോ? കർത്താവ് ഇവിടെ പറയുന്ന ഒരു അനുഗ്രഹത്തെ കുറിച്ചാണ്. ദൈവം നിനക്ക് നിരവധി മക്കളെയും നിരവധി അനുഗ്രഹങ്ങളെയും നിനക്ക് തരും. അപ്പോൾ അനുഗ്രഹിക്കുന്ന ദൈവം നിരവധി കാര്യങ്ങൾ നമുക്ക് തരുന്ന ഒരു ദൈവമാണ്. ഇനി 17-ാം തിരുവചനം ഒന്ന് വായിക്കാം. 17-ാം തിരുവചനം 15 മുതൽ ദൈവത്തിന്റെ വചനത്തിന് എതിരായിട്ട് പ്രവർത്തിക്കുന്നവർക്ക് കിട്ടുന്ന ശിക്ഷകളും തകർച്ചകളെയും കുറിച്ചാണ്. അപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ടാ. പ്രൈസ് ദി ലോർഡ്. സ്വരത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. നമ്മുടെ ദുഃഖം എന്താണ് ഇപ്പോൾ ഉള്ളത്? എല്ലാ മനുഷ്യന്റെയും ദുഃഖം, രോഗം മാറുന്നില്ല, കടബാധ മാറുന്നില്ല, കഷ്ടപ്പാട് മാറുന്നില്ല. അതിന്റെ കാരണം എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്.
സ്വരത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. രോഗശാന്തി കിട്ടാൻ മനുഷ്യൻ പ്രാർത്ഥിക്കുന്നുണ്ട്, കടബാധ മാറാൻ വേണ്ടി മനുഷ്യൻ പ്രാർത്ഥിക്കുന്നുണ്ട്, കുടുംബത്തിൽ സമാധാനം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ഇത് നഷ്ടപ്പെട്ടതിന്റെ കാരണം എന്താണെന്ന് ഇപ്പോഴും കണ്ടെത്തിയിട്ടില്ല. ഈ കാരണം അറിയാതെ ചികിത്സിക്കുന്ന ഇടപാട് നമ്മുടെ ജീവിതത്തിൽ ഉള്ളപ്പോഴാണ് ചികിത്സ നീണ്ടുപോവുകയും ആള് നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും. ഇപ്പൊ രോഗം കണ്ടുപിടിക്കാതെ ഡോക്ടർ ചികിത്സിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ സകല ഡോക്ടർമാരുടെ അടുത്തും ചെന്ന് ചികിത്സയൊക്കെ നടത്തി കഴിഞ്ഞിട്ട് എന്ത് പറ്റും? കുറച്ച് കഴിയുമ്പോൾ രോഗം മൂർച്ഛിക്കും, ആള് മരിച്ചു പോകും. ഡോക്ടറെ കുറ്റം പറയേണ്ട കാര്യമില്ല, കാരണം അത് കണ്ടുപിടിക്കാനായിട്ട് അവർക്ക് പറ്റിയില്ല. ഞാൻ അതിനു വേണ്ടി ശ്രമിച്ചതുമില്ല. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തർ മനസ്സിലാക്കണം, യഥാർത്ഥമായി എന്റെ സത്യം എവിടെ കിടക്കുന്നു അതിലേക്ക് തിരിയാൻ തീരുമാനമെടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്. ഈ വചനം തന്നെയാണ് ആ പുസ്തകത്തിന്റെ ആരംഭത്തിൽ തന്നെ കൊടുത്തിരിക്കുന്നത്. വായിച്ചു പോവാം. 17 മുതലുള്ള തിരുവചനം. എന്നാൽ നീ നിന്റെ ദൈവമായ കർത്താവിന്റെ സ്വരം ശ്രവിച്ച് ഞാൻ ഇന്ന് നിനക്ക് നൽകുന്ന അവിടുത്തെ കൽപ്പനകളും ചട്ടങ്ങളും ശ്രദ്ധാപൂർവം അനുസരിക്കാതിരുന്നാൽ താഴെ പറയുന്ന ശാപമൊക്കെയും നിന്റെ മേൽ പതിക്കും. നഗരത്തിലും വയലിലും നീ ശപിക്കപ്പെട്ടവനായിരിക്കും. നിന്റെ അപ്പക്കുട്ടയും മാവ് കുഴയ്ക്കുന്ന കലവും ശാപഗ്രസ്തമായിരിക്കും. അപ്പക്കുട്ടയും മാവ് കുഴയ്ക്കുന്ന കലവും ശാപഗ്രസ്തമായിരിക്കും. വീട്ടിൽ പട്ടിണി കിടക്കുന്നതിന് ദൈവത്തെ നോക്കി നിലവിളിക്കുമ്പോഴും കർത്താവ് പറയും, എന്റെ മോനെ നിന്റെ പട്ടിണി കണ്ടിട്ട് എനിക്ക് വളരെ വിഷമം തോന്നുന്നുണ്ട്. കർത്താവ് പറയും, തീർച്ചയായിട്ടും പറയും. നമ്മുടെ കണ്ണുനീര് കണ്ട് കർത്താവ് പറയും, നീ വീട്ടിൽ കിടന്ന് ദാരിദ്ര്യം അനുഭവിക്കുന്ന കണ്ടിട്ട്, രോഗത്തിൽ കഴിയുന്ന കണ്ടിട്ട് എനിക്ക് വളരെ വിഷമമുണ്ട്, നിന്നെ സഹായിക്കാൻ എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. കർത്താവ് പറയും, പക്ഷേ എന്റെ സഹായം സ്വീകരിക്കാൻ തക്കവിധം നീ ഒരുക്കപ്പെടേണ്ടിയിരിക്കുന്നു. അതിനെക്കുറിച്ച് നിന്നോട് പറഞ്ഞാൽ നീ കേൾക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഓർക്കുകയാണ്, ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു വ്യക്തി പറഞ്ഞൊരു കാര്യം ഓർക്കുകയാണ്. ഒരു ശുശ്രൂഷ നടക്കിയ ഒരു പള്ളിയിൽ. ആ പള്ളിയിൽ ധ്യാനം നടക്കുമ്പോൾ ഒരു വ്യക്തി കൊണ്ടുവന്ന് പ്രാർത്ഥനാ സഹായം കൊടുത്തിട്ട് പോയി. അവിടെ ഒരു ചെറുപ്പക്കാരൻ. ആ വ്യക്തി ആ ലെറ്ററിനകത്ത് എഴുതിയിരുന്നത് ഇങ്ങനെയാണ്: ഞാൻ 20-ാം തീയതി ഞാനും എൻ്റെ കുടുംബവും ആത്മഹത്യ ചെയ്യും. ഞങ്ങൾ ആത്മഹത്യ ചെയ്യാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. കടബാധ കാരണമാണ് ഞങ്ങൾ ആത്മഹത്യ ചെയ്യാൻ പോകുന്നത്. ഇത് അവിടെയുള്ള പ്രാർത്ഥനാ ഗ്രൂപ്പുകാരെ കൊടുത്തിട്ട് ആള് പോയി. 16-ാം തീയതി ആയപ്പോൾ ആൾ ആത്മഹത്യ ചെയ്തു. പത്രത്തിലൊക്കെ വന്നതാ. ഭാര്യയും ഭർത്താവും മക്കളും ആത്മഹത്യ ചെയ്തു. എന്നാൽ ഈ പ്രാർത്ഥനാ സഹായം കൊണ്ടുവന്ന വ്യക്തിക്ക് കുറച്ചു നേരം ആ വചനം കേട്ട് കർത്താവിന്റെ സ്നേഹം എന്താണ്, കരുണ എന്താണെന്ന് കേൾക്കാൻ നേരമില്ല. കടബാധ മാറണം, അത് കേൾക്കാൻ നേരമില്ല. എന്തുപറ്റി? അവൻ മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ എന്റെ ദാരിദ്ര്യവും കഷ്ടപ്പാടും വേദനയും കണ്ട് കർത്താവ് പറയുകയാണ്, എന്റെ മകനെ നീ സത്യം അറിയ്, കേൾക്കേണ്ട കാര്യം നീ അറിയ്, എന്തുകൊണ്ട് ഇത് വന്നത് നീ കണ്ടുപിടിക്കുക. അതിന് നേരമില്ല. എന്റെ സ്വന്തം കഴിവാ കടബാധ മാറ്റാവോ, കുടുംബത്തിലെ പ്രശ്നം മാറ്റാവോ എന്ന് നോക്കി നടക്കും തോറും നമ്മൾ വെറുതെ സമയം കളയുകയും ദൈവത്തിന് അനുഗ്രഹത്തെ നിഷേധിക്കുകയുമാണ് ചെയ്യുന്നത്. തുറന്നു വായിക്കാം നമുക്ക് താഴോട്ട്. നിന്റെ സന്താനങ്ങളും വിളവുകളും കന്നുകാലിക്കൂട്ടവും ആട്ടിൻപറ്റവും ശപിക്കപ്പെടും. കണ്ടോ, എന്ത് ചെയ്താലും എല്ലായിടത്തും നാശവാ. ഇത് കർത്താവ് തരുന്നതല്ല, നീ വചനം അനുസരിക്കാത്തത് കൊണ്ടും ദൈവം പറയുന്നത് പോലെ ജീവിക്കാത്തതുകൊണ്ടും പറ്റുന്നതാ. അല്ലാതെ കർത്താവ് തന്നതല്ല നമ്മൾ ചെയ്യേണ്ടത്. വായിച്ചു. സകല പ്രവൃത്തികളിലും നീ ശബ്ദനായിരിക്കും. സകല പ്രവൃത്തികളും. ഇനി 27-ാം തിരുവചനം വായിക്കാം. 27-ാം തിരുവചനം 28-27 വായിക്കാം. ഈജിപ്തിനെ ബാധിച്ച ഈജിപ്ത് എന്ന് പറയുമ്പോൾ പാപത്തിന് അടിമത്തമെന്നാണ് പറയുക. ഈജിപ്തിനെ ബാധിച്ച പരുക്കളും അർബുദവും ചൊറിയും ചിരങ്ങും കൊണ്ട് കർത്താവ് നിന്നെ പീഡിപ്പിക്കും. അപ്പൊ കർത്താവ് പീഡിപ്പിക്കുന്ന വെച്ചാൽ അർത്ഥം എന്താ? കർത്താവ് എപ്പോഴും ശിക്ഷിക്കുന്നതും നശിപ്പിക്കുന്നതും ഒരൊറ്റ കൂട്ടത്തേ ഉള്ളൂ, അത് സാത്താനെയാണ്. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധ പറഞ്ഞു ഹല്ലേലൂയ. നിങ്ങൾ വളരെ വ്യക്തമായിട്ട് തിരിച്ചറിയണം, മനുഷ്യനെ ഒരിക്കലും കർത്താവ് വേദനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പൊ എന്റെ അടുത്ത് ഇവിടെ മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന സഹോദരൻ പറയുകയാണ്, ബ്രദറെ മൈക്ക് ഇങ്ങനെ കൈ പിടിച്ചു കഴിഞ്ഞാൽ നല്ലവണ്ണം എർത്തടിക്കും. ഇപ്പൊ ഞാൻ പറയുകയാണ്, വർഷങ്ങളായിട്ട് വചനം പറയാൻ തുടങ്ങിയത്, അതുകൊണ്ട് ഒരുപാട് മൈക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ അങ്ങനെ കറണ്ടൊന്നും അടിക്കത്തില്ലെന്നും പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, ആ വ്യക്തി പറഞ്ഞത് അനുസരിക്കാതെ ഞാൻ എന്ത് ചെയ്തു, ഈ മൈക്ക് എടുത്ത് കൈ പിടിച്ചു, എർത്തടിച്ചു. ഞാൻ മരിച്ചുപോയെന്ന് വിചാരിക്കുക. ഉത്തരവാദി ഒരിക്കലും ആ വ്യക്തിയല്ല. കാരണം എനിക്കൊരു മുന്നറിയിപ്പ് തന്നിട്ടുണ്ടായിരുന്നു. ഈ മുന്നറിയിപ്പിനെ ഞാൻ അവഗണിച്ചപ്പോഴാണ് എനിക്ക് നാശമുണ്ടായത്. ഇവിടെ പറയുകയാണ്, ദൈവം നിന്നെ ശിക്ഷിക്കും എന്ന് പറയുന്നതിന്റെ അർത്ഥം നമ്മൾ തിരിച്ചറിയണം. ഞാൻ ആരുടെ കൂടെ നിൽക്കുമ്പോഴാണ്? പിശാചിന്റെ കൂടെ നിൽക്കുമ്പോഴാണ്. അപ്പൊ പിശാചിന്റെ കൂടെ നിൽക്കുമ്പോൾ അവന് കൊടുക്കുന്ന പണി എനിക്കും കിട്ടും. സോദോം ഗൊമോറ നശിപ്പിക്കാൻ നേരത്തെ കർത്താവ് ലോത്തിനെയും അബ്രഹാത്തെ അയച്ചിട്ട് പറഞ്ഞു, ഈ ദേശം മുഴുവനും അനുഗ്രഹമുള്ളതാണ്, ഈ ദേശം മുഴുവനും വലിയ കൃപ കൊടുക്കുന്ന ദേശമാണ്. അങ്ങനെയാണ് കർത്താവ് തെറ്റിച്ചത്. എന്നാൽ
അവിടെയുള്ള ജനങ്ങൾ പാപം ചെയ്തപ്പോൾ അവരെ മാനസാന്തരപ്പെടുത്താൻ വേണ്ടി ഇവരെ അയച്ചു. അപ്പൊ നമ്മുടെ അബ്രഹാം പിതാവ് വിചാരിച്ചു, കുറെ നാള് സുവിശേഷ വേലയൊക്കെ ചെയ്തതല്ലേ, അതുകൊണ്ട് ഒരു 10 നീതിമാന്മാരെങ്കിലും അവിടെ കാണും. അതുകൊണ്ടാണ് 50 തുടങ്ങി ഇങ്ങോട്ട് വരാൻ നേരത്ത് ഓരോ എണ്ണം പറയുമ്പോഴും 45 ഉണ്ടെങ്കിലോ 40 ഉണ്ടെങ്കിലോ 35 ഉണ്ടെങ്കിലോ ലേലം വിളി പോലെയാ ഇങ്ങനെ പോരുന്നു. അവസാനം 10 കൊണ്ട് നിർത്തി. ഇത്രയും നാളും കട്ടപ്പെട്ടതല്ലേ, 10 കാണും. അബ്രഹാത്തിന്റെ നീതി അനുസരിച്ച് അവിടെ 10 കാണുമെന്ന് വെച്ചപ്പോൾ ദൈവത്തിന്റെ കാഴ്ചപ്പാട് കൊണ്ട് നോക്കിയപ്പോൾ അവിടെ അബ്രഹാമും ലോത്തുമല്ലാതെ വേറെ ആരും കണ്ടില്ല. ആ ദേശം നശിക്കപ്പെട്ടു. എന്താ കാരണം? ആ ദേശത്തുള്ളവർ മുന്നറിയിപ്പുകൾ കിട്ടിയിട്ടും അവർ ആ മുന്നറിയിപ്പിനെ അവഗണിച്ച് പോയവരാണ്. ഇവിടെ ദൈവത്തിന്റെ ഒരിക്കലും ദൈവം അവിടെ ചെയ്യുന്നൊരു കാര്യമില്ല. ദൈവം ചെയ്തത് എന്താണ്? പിശാചിനെ നശിപ്പിച്ചു. അതോടൊപ്പം പിശാചിന്റെ കൂടെ നിൽക്കുന്ന മക്കൾ നശിച്ചുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. സ്വരത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, യൂദാസ് യേശുവിന്റെ കൂടെ നടന്ന ആളല്ലേ, എന്തുകൊണ്ട് യേശുവിന് യൂദാസിനെ മാനസാന്തരപ്പെടുത്തിക്കൂടായിരുന്നു? നമുക്ക് പല കുരുട്ടു ചോദ്യങ്ങൾ ഇഷ്ടംപോലെ വരുമല്ലോ. യൂദാസിനെ എന്തുകൊണ്ട് യേശുവിനെ മാനസാന്തരപ്പെടുത്തിക്കൂടാ? 3 വർഷം കൂടെ നടന്നതല്ലേ. യോഹന്നാന്റെ സുവിശേഷം 17 ഒരു വാക്യം നമുക്ക് വായിക്കാൻ പറ്റും. ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈശോ പറയുന്നു, അങ്ങ് എനിക്ക് നൽകിയ ആരും നശിച്ചു പോകണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നില്ല, അതുപോലെ ഞാനും ആഗ്രഹിക്കുന്നില്ല. എന്നുവെച്ചാൽ അർത്ഥം 12 എണ്ണത്തെ കൂടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ 12 എണ്ണവും നശിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് യേശു രാപകലില്ലാതെ അവർക്ക് വേണ്ടി അധ്വാനിക്കുകയും അവരെ കൂടെ കൊണ്ടു നടക്കുകയും ചെയ്തത്. പക്ഷെ നമ്മുടെ യൂദാസിനെ സംബന്ധിച്ചിടത്തോളം യേശു പറയുന്ന വാക്കിനേക്കാൾ കൂടുതൽ അവന് കാശിലേക്കുള്ള നോട്ടം മാത്രമായിരുന്നു. അവിടെ അവൻ കാശിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു, എപ്പോഴും കാശിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. അവൻ നോക്കിയപ്പോൾ യേശു ക്രിസ്തു മരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അതിനാൽ യേശു പറയുന്ന പല കാര്യങ്ങളും അവന് വിശ്വാസവുമില്ല. അവന്റെ ചിന്ത മൊത്തം കാശുണ്ടാക്കുക. അതുകൊണ്ട് യേശു മരിച്ചാലും വേണ്ടിയില്ല. യൂദാസ് ഒറ്റയ്ക്കെടുത്തുകൊണ്ടല്ല യേശു ക്രിസ്തു മരിച്ചത്. നമ്മൾ പിന്നെ ചിന്തിക്കും യേശുവിന്റെ രക്ഷയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ. യൂദാസ് നോക്കിയപ്പോൾ യേശു പോയി കഴിഞ്ഞാലും നമുക്ക് അരി മേടിക്കാൻ കാശ് വേണം, അതുകൊണ്ട് എന്ത് ചെയ്യണം? ഒരു 30 വെള്ളിക്കാശ് കയ്യിൽ നേരത്തെ തന്നെ സംഘടിപ്പിച്ച് വെച്ചേക്കാം. അവനത് ചെയ്തു. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മളൊന്ന് തിരിച്ചറിയണം, എൻ്റെ നോട്ടം എങ്ങോട്ടാണ്, ഏതവസ്ഥയിലേക്ക് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവിൻ്റെ കൂടെ നടക്കുമ്പോഴും കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോഴും പള്ളിയിൽ പോകുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴും എൻ്റെ നിക്ഷേപം എവിടെയാണ്? ഈശോ പറഞ്ഞു, നിന്റെ നിക്ഷേപം എവിടെ? അവിടെ ആയിരിക്കും നിന്റെ ഹൃദയം. പാപത്തിലാണ് നിന്റെ നിക്ഷേപമെങ്കിൽ അവിടെയാണ് നിന്റെ ഹൃദയം കിടക്കുന്നത്. ഇരിക്കുന്ന ചിലപ്പോൾ വിശുദ്ധ സ്ഥലത്തായിരിക്കാം, പക്ഷെ ചിന്ത വേറെ സ്ഥലത്തിരിക്കുക. തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് പറ്റണം. പ്രൈസ് ദി ലോർഡ്. സ്വരത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ ഈ കാശ് മേടിച്ചുകൊണ്ട് പോയി അവൻ ആ കാശ് ഉപകരിച്ചതുമില്ല. എന്തുപറ്റി? അവൻ തൂങ്ങിച്ചത്തു എന്നാണ് ബൈബിൾ എഴുതി വെച്ചിരിക്കുന്നത്. ഇന്നും അത് സംഭവിച്ചുകൊണ്ടിരിക്കുക. കരസ്മാറ്റിക് ധ്യാനം കൂടുന്ന ഒരുപാട് പേര് തൂങ്ങിച്ചാവുന്നുണ്ട്. പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പ്രവർത്തിക്കുന്നവരോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നവരോ ദൈവവുമായിട്ട് വളരെ അടുപ്പമുണ്ടെന്ന് പറയുന്നവരോ നിരാശപ്പെടുന്നു, ദുഃഖിക്കുന്നു, മരണത്തിലേക്ക് പോകുന്നു, ബുദ്ധിമുട്ടിലേക്ക് പോകുന്നു, പ്രശ്നങ്ങളിലേക്ക് പോകുന്നു. ദൈവം തരുന്നതല്ല. പിന്നെയോ നീ ദൈവത്തെ നോക്കിയിരുന്നെങ്കിൽ നിന്റെ പ്രശ്നത്തിന്റെ അവസ്ഥയിലും ജോബിനെ പോലെ നിനക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കും. ജോബിനെ പോലെ നിനക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നീ പാപത്തിലാണെന്ന് തിരിച്ചറിയണം. ദൈവത്തോടു കൂടെ അല്ല നീ നിൽക്കുന്നത് എന്ന് നീ തിരിച്ചറിയണം. നിനക്ക് തോന്നുന്നുണ്ടായിരിക്കും നീ ദൈവത്തോടു കൂടെയാണെന്ന്, എന്നാൽ നീ യഥാർത്ഥമായി നിന്റെ മനസ്സുകൊണ്ടോ ഹൃദയം കൊണ്ടോ നീ ദൈവത്തോടു കൂടെയല്ല. അതുകൊണ്ട് ദൈവത്തോടു കൂടെ ആയിരിക്കാൻ തീരുമാനമെടുക്കണം. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധ പറഞ്ഞ ഹല്ലേലൂയ. തുറന്നു വായിക്കാം. കുറച്ച് ഏതാനും ചില രോഗങ്ങളെ കുറിച്ചും കൂടി അവിടെ പറയുന്നുണ്ട്. നിയമാവർത്തനം 28-27 താട്ട് വായിക്കുക. ഭ്രാന്തും അന്ധതയും അർബുദവും എല്ലാം കൊണ്ട് നിങ്ങൾ പീഡിപ്പിക്കപ്പെടും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ, ഇന്ന് രോഗമുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. സങ്കീർത്തനം 107 അതിന്റെ 17 വായിക്കാം. രോഗമുണ്ടെങ്കിൽ ഇത് കർത്താവ് തന്നതാണെന്ന് പറഞ്ഞ് വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. 2 കാര്യമുണ്ട്. വിശുദ്ധർക്ക് ദൈവം രോഗങ്ങൾ അനുവദിച്ചത്, ആ രോഗത്തെ വിളിക്കുന്ന പേര് സഹനമെന്നാണ്. അത് സഹനമാണോ തിരിച്ചറിയാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന കഷ്ടപ്പാടോ രോഗമോ ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ അതിനെ ഓർത്ത് ഒരിക്കലും നിങ്ങൾക്ക് പരാതി ഉണ്ടായിരിക്കില്ല. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ കൊച്ചുരഹസ്യ ഓരോ പ്രാവശ്യം ചുമയ്ക്കുമ്പോഴും പറയുമായിരുന്നു, കർത്താവേ, ഈ ഒരു ചുമ വഴി ഇത്ര അസ്വസ്ഥ വഴി നിരവധി ആത്മാക്കളെ അവിടുന്ന് രക്ഷിക്കണമേ. അപ്പോൾ ആ ചുമയോർത്തുള്ള ദുഃഖമല്ല, പിന്നെയോ ആ ഒരു വേദന പോലും നിരവധി ആത്മാക്കളെ രക്ഷയ്ക്ക് വേണ്ടി കാഴ്ചവെക്കുക.
അതുകൊണ്ട് പരാതികളില്ലാതെ വേദനകൾ സ്വീകരിക്കുന്നതിനെയാ ഒറ്റ വാക്യ സഹനം എന്ന് പറയുന്നത്. പരാതികളില്ലാതെ വേദന സ്വീകരിക്കുക. ഒറ്റ വാക്യം പറഞ്ഞ പരാതികളില്ലാതെ വേദന സ്വീകരിക്കുക. പ്രൈസ് ദി ലോർഡ്. ശ്രുതി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകത്തുള്ള എല്ലാ മനുഷ്യനും നന്നാകാൻ വേണ്ടി കർത്താവ് രോഗം കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഈ ഭൂമിയിൽ രോഗികളെ കാണത്തുള്ളൂ. എന്നിട്ട് രോഗം തന്നിട്ട് പിന്നെ സുഖപ്പെടുത്താൻ വേണ്ടി കർത്താവ് നടക്കുന്നവനല്ല. കർത്താവിൽ നിന്ന് നാശത്തിൻ്റെതായിട്ടോ തെറ്റിൻ്റെതായിട്ടോ ഒന്നും വരുന്നില്ല. ശരിയായിട്ടുള്ളത്, നീതിയായിട്ടുള്ളത്, വിശുദ്ധിയായിട്ടുള്ളതേ വരുന്നുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ശ്രുതി പറഞ്ഞ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ എന്ന് കരമരുത്തി പറയാം. ഹല്ലേലൂയ, യേശുവേ നന്ദി. അതുകൊണ്ട് സങ്കീർത്തന പുസ്തകത്തിൽ ദൈവത്തിന്റെ വചനം തിരസ്കരിച്ചു പാപം ചെയ്യുന്നവർക്ക് വരുന്ന 4 തകർച്ചകളെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. സങ്കീർത്തനം 107:17 വായിക്കാം. പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് ചിലർ രോഗികളായി തീരുന്നു. പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് ചിലർ രോഗികളായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. നേരത്തെ നമ്മൾ വായിച്ചു, ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം പൂർണ്ണ വളർച്ചയെത്തി മരണത്തെ ജനിപ്പിക്കുന്നു. ഒരു പാപം അപ്പോൾ ചെയ്യുമ്പോൾ അത് പ്രശ്നം ഉണ്ടാകണമെന്നില്ല. കുമ്പസാരിക്കാതെ ആ പാപം ഉള്ളി വെച്ചും കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് അവിടെ ഇരുന്ന് എന്ത് ചെയ്യും? വളർന്നുകൊണ്ടിരിക്കും. ഒരുപാട് പേര് കുമ്പസാരിക്കാത്തതിന് ഒരു കാരണം അവർ പറയുന്നത്, അവരെ സംബന്ധിച്ചോളം അവരുടെ അടുത്തേക്ക് പിശാച് വന്നിട്ട് പറയും, ഇന്ന് കുമ്പസാരിക്കേണ്ട, നാളെ കുമ്പസാരിച്ചാൽ മതി. ഇപ്പൊ നാളെ അവൻ പറയും, ഒന്നുകൂടെ ചെയ്തിട്ട് കുമ്പസാരിച്ചാൽ മതി, ഒന്നുകൂടെ ചെയ്തിട്ട് കുമ്പസാരിച്ചാൽ മതി. അപ്പൊ അതുകൊണ്ട് മിക്കവാറും ധ്യാന കേന്ദ്രങ്ങളൊക്കെ ഇപ്പോഴ് വൈകുന്നേരങ്ങളിൽ ധ്യാനം ആരംഭിക്കുന്നതിന്റെ കാരണം അതാ. രാവിലെ നല്ല ബോധത്തോടു കൂടി ഇരിക്കാൻ പറ്റും. ഞാൻ ഓർക്കും 2 ആഴ്ച മുമ്പ് ധ്യാന കേന്ദ്രത്തിലെ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് അവൻ 4 ദിവസം ആയിട്ടും അവന്റെ കഞ്ചാവിന്റെ മയക്കുമരുന്നിന്റെ ശക്തി അവൻ ഉപയോഗിക്കുന്നില്ല. പക്ഷേ 4 ദിവസമായിട്ടും അതിന്റെ ലഹരി ഇരുന്നും കൊണ്ട് അവൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. എങ്ങനെ ഇരിക്കാൻ പറ്റും? അതുകൊണ്ട് അച്ഛൻ പറഞ്ഞു അടുത്ത ആഴ്ച കൂടി ഇരിക്കാൻ പറഞ്ഞു. അടുത്ത ആഴ്ച ഇരുന്നിട്ടും അവൻ അസ്വസ്ഥതയാണ്. കാരണം ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല. ഇത് വലിയൊരു അള്ളി പിടിച്ചിരിക്കുക ഉള്ളില്. ഇവിടെ പറയുകയാണ്, അതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുക, നിന്റെ ഉള്ളിൽ വളർന്നുകൊണ്ടിരിക്കുക, വെച്ചുകൊണ്ടിരിക്കരുത്. പ്രൈസ് ദി ലോർഡ്. നസ്രത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ പറയുന്നു, പാപം പൂർണ്ണ വളർച്ച എത്തുമ്പോൾ മരണം ഉണ്ടാകും. ഇവിടെ തിരുവചനത്തിൽ വീണ്ടും പറയുകയാണ്, സങ്കീർത്തനം 107:17 പറയുന്നു, പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് ചിലർ രോഗികളായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ചിലരെന്ന് പറയാൻ കാരണം എന്താ? ചിലർ രോഗത്തിന് കാരണം ദൈവം അനുവദിക്കുന്നതാണ്. എന്നാൽ ചിലർ രോഗത്തിന്റെ കാരണം എന്താണ്? പാപമാണ്. ചിലർ രോഗികളായി തീർന്നു. അതുകൊണ്ടാണ് കരസ്മാറ്റിക് ധ്യാനം കൂടുമ്പം വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ രോഗസൗഖ്യം കിട്ടാൻ കാരണം ശരി ഏതാണ് തെറ്റേതാന്ന് തിരിച്ചറിഞ്ഞപ്പോൾ, തെറ്റായിട്ടുള്ളത് ഉപേക്ഷിച്ച് കഴിഞ്ഞപ്പോൾ എന്ത് കിട്ടി? സൗഖ്യം കിട്ടി. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അവരെ രോഗത്തിന് തടസ്സമാടുന്ന എന്തായിരുന്നു? നല്ല ഒരു കുമ്പസാരം നടത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പറയാൻ പറ്റും, പ്രത്യേകിച്ച് ഒരു രോഗശാന്തി പ്രാർത്ഥന നടത്തിയില്ലെങ്കിലും നല്ലവണ്ണം ഒരു കുമ്പസാരം നടത്തിയാൽ ആ കുമ്പസാര കൂട്ടിന്ന് എഴുന്നേറ്റ് വരുന്നതിന് മുമ്പ് തന്നെ ആ പാപം പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് സമ്പൂർണ്ണ സൗഖ്യം കിട്ടിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പാപത്തിന്റെ പിന്നാലെ പോയി രോഗമുണ്ടായിട്ടുണ്ടെങ്കിൽ പാപം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ രോഗസൗഖ്യം ഉണ്ടാവും. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഒരു കാലഘട്ടം വരെ മനുഷ്യൻ കൂദാശകളെല്ലാം കൃത്യമായിട്ട് നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവന്റെ ജീവിതത്തിൽ ആ കൂദാശകളുടെ അർത്ഥമോ അതിലൂടെ കിട്ടുന്ന ദൈവിക ജീവനോ അവൻ സ്വന്തമാക്കാതെ വന്നപ്പോൾ സമൂഹത്തിൽ പാപത്തിന് വർധനവുണ്ടാകുന്നു, തിന്മയുടെ വർധനവുണ്ടാകുന്നു. അതുകൊണ്ട് സഭാപിതാക്കന്മാർ പ്രാർത്ഥിക്കുകയും അവർ തീരുമാനമെടുക്കുകയും ചെയ്തപ്പോൾ പരിശുദ്ധാത്മാവ് പുതിയ ഒരു അഭിഷേകത്തോടു കൂടി ഈ കാലഘട്ടങ്ങളിൽ കരസ്മാറ്റിക് നവീകരണം കൊണ്ടുവരാൻ കാരണം അതാ. ഇതാരുടെയും ഒരു സൃഷ്ടിയല്ല, നായ്ക്കമുറമ്പിൽ അച്ഛൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ധ്യാന ഗുരുക്കന്മാരുടെയൊക്കെ സൃഷ്ടിയല്ലത്. ഇത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ പറയും, ഈ ഒരു നവീകരണം ഇന്ന് ലോകത്തിലെ കത്തോലിക്ക സഭയിൽ ഉണ്ടാകുന്നില്ലായിരുന്നുവെങ്കിൽ നിരവധി പേര് പാപത്തിലും രോഗത്തിലും തകർച്ചയിലുമായിരുന്നേനം. എനിക്കറിയാവുന്ന ഒരുപാട് അച്ഛന്മാര് പറയുന്ന ഒരു കാര്യമുണ്ട്, ധ്യാനം കൂടിയ ശേഷം പള്ളിക്കകത്ത് ഇപ്പോൾ ആൾക്കാർ വരാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ വരാൻ തുടങ്ങി. ചില പള്ളിക്കാരെ എങ്ങനെ നിൽക്കത്തുള്ളൂ. നമ്മൾ അടുത്ത കൽപ്പനകൾ ചിന്തിക്കും. കൈകെട്ടലൊക്കെ മാറ്റിയപ്പോൾ കൈകൂപ്പാൻ തുടങ്ങി മനുഷ്യൻ. എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് മനസ്സിലാക്കാൻ തുടങ്ങി. കൂദാശകളോട് താല്പര്യം തുടങ്ങി. എന്താ കാര്യം? യഥാർത്ഥ സത്യം അവർ അറിയുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഭയപ്പെട്ട്
പള്ളിയിൽ പോയിക്കൊണ്ടിരുന്ന മനുഷ്യർ കുർബാനയ്ക്ക് പോയില്ലെങ്കിൽ, ഞായറാഴ്ച പോയില്ലെങ്കിൽ ചാവുദോഷമാകും, അതുകൊണ്ട് പ്രസംഗം നരകത്തിൽ പോകും. ഇങ്ങനെയൊക്കെ ഭയപ്പെട്ട് ദൈവത്തിനരികിലേക്ക് കടന്നു വന്ന മനുഷ്യൻ ഇപ്പോൾ സ്നേഹത്തോടെ ദൈവത്തിനരികിലേക്ക് കടന്നു വരികയാണ്. ഞാൻ നിർബന്ധിക്കപ്പെട്ടോ പ്രേരിപ്പിക്കപ്പെട്ടോ അല്ല ഇനി പള്ളിയിൽ പോകുന്ന, പിന്നെയോ എന്റെ കർത്താവിന്റെ കൂടെ ആയിരിക്കാനും അവന്റെ ബലി എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിൽ ആനന്ദിക്കാനും പള്ളിയിൽ പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ തുടങ്ങി. പ്രൈസലോ കരം വരുത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മാറ്റങ്ങൾ ഉണ്ടാകണം, മാറ്റങ്ങൾ ഉണ്ടാകണം, മാറ്റങ്ങൾ ഉണ്ടാകണം നമ്മുടെ ജീവിതത്തിൽ. ഇവിടെ പറയുന്നു പാപത്തിന്റെ പിന്നാലെ പോയി രോഗമുണ്ട്. അതുകൊണ്ട് രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നമ്മുടെ ചേട്ടന്മാരും ചേട്ടത്തിമാരും ഒരു കാര്യം മനസ്സിലാക്കണം. ഈ രോഗം എങ്ങനെ വന്നു എന്നുള്ളതൊന്ന് കണ്ടുപിടിക്കുന്ന നല്ലതാണ്. എൻ്റെ ഏതെങ്കിലും പ്രശ്നം കൊണ്ടാണോ എന്ന് കണ്ടുപിടിക്കണം. അടുത്ത വചനം വായിക്കാം. പാപകരമായ മാർഗം പിന്തുടരുന്ന 4 തകർച്ച, അതിൽ ഒന്നേ ആയിട്ടുള്ളൂ, അത് രോഗമാണ്. രണ്ടാമത്തെ കണ്ടുപിടിക്കാം. തങ്ങളുടെ തെറ്റായ കൃത്യങ്ങളാൽ അവർ ദുരിതത്തിലായി. ഈ ദുരിതമാണ് മക്കൾ വിവാഹം നടക്കുന്നില്ല, കുടുംബത്തിലെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകള്, തകർച്ചകള്, ഭാര്യാഭർത്തൃ ബന്ധത്തിലുള്ള ഒരുപാട് ഭിന്നിപ്പുകള് എല്ലാം നടന്നുകൊണ്ടിരിക്കുക. ഒരുപാട് വ്യക്തികളുടെ ജീവിതത്തിൽ തകർന്നുകൊണ്ടിരിക്കുക. അപ്പൊ അതുകൊണ്ട് നിരവധി ദുരിതങ്ങളുണ്ട്. ചില പറയും എത്ര കാശ് കിട്ടിയാലും നിൽക്കുന്നില്ല, എങ്ങോട്ട് പോകുന്ന ഒരു പിടിയില്ല. മക്കൾക്ക് വേണ്ടി ഇഷ്ടംപോലെ സമ്പാദിച്ചിട്ടുണ്ട്, പക്ഷെ കല്യാണം നടക്കുന്നില്ല. ശാപമാണെന്നോ ബന്ധനമാണെന്നൊക്കെയാണ് തോന്നുന്നത്. അതുകൊണ്ട് വീട്ടിൽ കൊണ്ടുവന്ന് ഒരുപാട് പേരെ കൊണ്ടുവന്ന് പ്രാർത്ഥിപ്പിച്ചു, എന്നിട്ടൊന്നും ഇത് ഒഴിയുന്നില്ല. ഇത് ഒഴിയത്തില്ല. ഒഴിയണമെങ്കിൽ ഒറ്റ കാര്യമേ ഉള്ളൂ, നിന്റെ തെറ്റായ പോക്ക് നീ അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ അത് താനെ മാറിക്കോളും. പ്രൈസലോ. തിരുവചനം പറയുന്നു തെറ്റായ കൃത്യങ്ങൾ കൊണ്ട് അവർ ദുരിതത്തിലായി. ഇനി മൂന്നാമത്തെ കാര്യം വായിക്കാം. അവർ എല്ലാ ഭക്ഷണങ്ങളെയും വെറുത്തു. ചിലർ പറയും കാശ് ഇഷ്ടം പോലെ ഉണ്ട് വീട്ടില്, പക്ഷേ ഒരു നേരത്തെ ആഹാരം പോലും ഒന്ന് രുചിയോടെ ഇറക്കാൻ തോന്നുന്നില്ല. പണമുണ്ട് കയ്യിൽ, പക്ഷെ ഭക്ഷണം കഴിക്കാൻ അടുത്തിരിക്കുമ്പോൾ അസ്വസ്ഥത കാരണം ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല, തോന്നുന്നില്ല. ഇങ്ങനെ അസ്വസ്ഥത പൂണ്ടിട്ട് ഒരു കാര്യവും ചെയ്യാൻ ഉന്മേഷമില്ല, എല്ലാത്തിനും മടി, അലസത. പിന്നെ യാന്ത്രികമായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക, യാന്ത്രികമായിട്ട് ചെയ്തുകൊണ്ടിരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യന്ത്രത്തിനെ കൊണ്ടുപോയി ഒരു ഓൺ ചെയ്ത് കഴിഞ്ഞാൽ, സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അത് തനിയെ വർക്ക് ചെയ്തോളൂ. അതുപോലെ ഒരു യന്ത്രം പോലെയാണ്. രാവിലെ എഴുന്നേൽക്കുന്നു, പല്ല് തേക്കുന്നു, കുളിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, ഓഫീസിൽ പോകുന്നു, തിരിച്ച് വീട്ടിൽ വരുന്നു, വീണ്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, കിടന്നുറങ്ങുന്നു. എല്ലാ ദിവസവും ഇതുപോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഒരു ബന്ധവുമില്ല, ഒരു സ്വസ്ഥതയില്ല, ഒരു സമാധാനമില്ല, ആരുമായിട്ട് ഒന്നുമില്ല. എന്നാൽ കാശുണ്ടോ? ഇഷ്ടംപോലെ കാശുണ്ട്, ഒരു കുഴപ്പമില്ല. എല്ലാത്തിനെയും വെറുക്കെ ജീവിതം മടുപ്പ് തോന്നുന്ന അവസ്ഥ. ഇത് മൂന്നും ഉണ്ടായിക്കഴിഞ്ഞാൽ നാലാമത്തെ അവസ്ഥ ഉണ്ടാകും. നാലാമത്തെ അവസ്ഥ പറയുന്നു, അവർ മൃത്യു കവാടങ്ങളെ സമീപിച്ചു. മൃത്യു കവാടം. എന്താ മൃത്യു കവാടം? മരിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടാകുന്നു. പ്രൈസലോ. സ്വരത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. രോഗമുണ്ടാകുമ്പോൾ ഈ ചിന്ത വരും, ദുരിതങ്ങൾ ഉണ്ടാകുമ്പോൾ. അതുകൊണ്ടാണ് കടബാധ വന്നു കഴിഞ്ഞാൽ അപ്പം ചിന്തിക്കുകയാണ്, എനിക്ക് കടബാധയുണ്ട്, അതുകൊണ്ട് ഒരു കാര്യം ചെയ്തേക്കാം, എൻ്റെ കടബാധ കാരണം ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന എൻ്റെ ഭാര്യ ഒറ്റയ്ക്കാവും, മക്കൾ ഒറ്റയ്ക്കാവും, അതുകൊണ്ട് ഒരു കാര്യം ചെയ്തേക്കാം, ഒറ്റയ്ക്ക് ആത്മഹത്യ ചെയ്യണ്ട, ഒരുമിച്ച് ആത്മഹത്യ ചെയ്തേക്കാം. അങ്ങനെ കൂട്ട ആത്മഹത്യ. പ്രത്യാശയില്ല. എന്താ കാരണം? തങ്ങളുടെ ജീവിതത്തിൽ ദുരിതങ്ങൾ വന്നു. ഈ ദുരിതം വരാനുള്ള കാരണം കണ്ടെത്തണം. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് കടന്നു വന്നിരിക്കുന്നത്. പ്രൈസലോ. കരം പറ്റി പറഞ്ഞ ഹല്ലേലൂയ. അതുകൊണ്ട് കാരണം കണ്ടെത്താതെ, പ്രവൃത്തികൾ എന്താന്ന് തിരിച്ചറിയാതെ നമുക്ക് ഒരിക്കലും അനുദപിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ തിരുവചനം പറയുന്നു, നിങ്ങളുടെ ദുരിതം ഉണ്ടായിട്ടുണ്ട്, നിങ്ങൾക്ക് രോഗമുണ്ടായിട്ടുണ്ട്, നിങ്ങൾ എല്ലാത്തിനെയും വെറുക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ മരിക്കണമെന്നുള്ള ആഗ്രഹമുള്ളവരായി മാറുന്നു. മരിക്കണമെന്ന് ആഗ്രഹമുള്ളവരായി മാറുന്നു. മരിക്കണം, ജീവിതം അവസാനിപ്പിക്കണം. മടുപ്പായി ഈ മടുപ്പെല്ലാം മാറിപ്പോകണം ഈ ധ്യാനത്തിലൂടെ. പ്രൈസലോ. സ്വരത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾ ധ്യാനിപ്പിക്കുന്നതുകൊണ്ടല്ല നിങ്ങളുടെ മടുപ്പ് മാറുന്ന. ഈ ഭൂമിയിൽ ആര് ധ്യാനിപ്പിച്ചാലും അവർക്കാർക്ക് ഒരു ധ്യാന ഗുരുവിനോ ഒരു ശുശ്രൂഷകനോ നിങ്ങളുടെ മടുപ്പ് മാറ്റാൻ പറ്റത്തില്ല. നിങ്ങൾ സഹകരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും. കർത്താവിന്റെ അനുഗ്രഹം തീർച്ചയായിട്ടും പറയാൻ പറ്റും. നിങ്ങളുടെ അരികിൽ തന്നെയുണ്ട്, അടുത്ത് തന്നെയുണ്ട്. നിങ്ങളൊന്ന് സമ്മതിച്ചാൽ മതി. കർത്താവെ, ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, ആ തെറ്റ് ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറാണെന്ന് സമ്മതിച്ചാൽ മതി, അപ്പൊ കാര്യം നടന്നോളൂ. പ്രൈസലോ. ശ്രദ്ധി പറഞ്ഞ ഹല്ലേലൂയ. ഇത് പലർക്കും പറ്റാത്തതുകൊണ്ടാണ് ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്, കർത്താവ് ഇതൊക്കെ ചെയ്യുമെന്നൊക്കെ അറിയാം, പക്ഷേ അത് സ്വന്തമാക്കാൻ പറ്റാത്തത്. അതുകൊണ്ട് കേൾക്കുന്നവരായിട്ട് മാറരുത്, കാണുന്നവരായിട്ട് മാറരുത്. കേൾക്കുകയും കാണുകയും ചെയ്യുന്ന ദൈവിക കാര്യങ്ങളെ സ്വന്തമാക്കുന്നവരായിട്ട് നമ്മൾ മാറ്റപ്പെടണം. പ്രൈസലോ.
കരമത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ യോഹന്നാൻ അതുകൊണ്ടാണ് ഒരു കാര്യം പറഞ്ഞത്, ഞാൻ എന്നെ കണ്ണുകൊണ്ട് കണ്ടതും കാതുകൊണ്ട് കേട്ടതും സ്പർശിച്ച് അനുഭവിച്ചതുമായ ജീവന്റെ വചനത്തെപ്പറ്റി. ജീവന്റെ വചനം സ്പർശിക്കുന്നതാ എന്ന് വെച്ചാൽ അർത്ഥം അത് തൊടുന്ന ഒന്നാണ്, അനുഭവവേദ്യമാക്കുന്നത് കൂടിയാണ്. അപ്പോൾ അപ്പുറത്തെ വീട്ടിലെ ത്രേസ്യാമ്മ ചേട്ടത്തിയുടെ സാക്ഷ്യം കേട്ടപ്പോൾ, പല ധ്യാന കേന്ദ്രങ്ങളിലെയും പല ശുശ്രൂഷകരെയും സാക്ഷ്യം കേട്ടപ്പോൾ എനിക്കൊരാവേശം ഉണ്ടായി. നല്ല സാക്ഷ്യമാണെന്ന് ഞാൻ പറഞ്ഞു, കൈയടിച്ചു. പക്ഷേ എന്തുകൊണ്ട് അവർ പറഞ്ഞതുപോലെയുള്ള ഒരു സാക്ഷ്യം എനിക്ക് പറയാൻ പറ്റുന്നില്ല? ചിന്തിക്കണം. എനിക്ക് പറയാൻ പറ്റുന്നില്ല. മറ്റുള്ളവരെ സാക്ഷ്യം കേട്ടപ്പോൾ എനിക്ക് തോന്നി, യോ എന്തുമാത്രം കർത്താവ് ആ വ്യക്തിയുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചു, അത്ഭുതം പ്രവർത്തിച്ചു. അയാളുടെ രോഗം മാറ്റി, കാലുവേദന മാറ്റി, കൈവേദന മാറ്റി, മരണത്തെ രക്ഷിച്ചു, പാപങ്ങൾ ഉപേക്ഷിച്ചു. പക്ഷെ എന്തുകൊണ്ട് എനിക്കതുപോലൊരു സാക്ഷ്യം പറയാൻ പറ്റുന്നില്ല? ആ അവസ്ഥയിലേക്ക് നമ്മൾ വരണം. കണ്ണുകൊണ്ട് കണ്ടതും കാതുകൊണ്ട് കേട്ടതും സ്പർശിച്ച് അനുഭവിച്ചതുമായ എൻ്റെ വ്യക്തിപരമായ അനുഭവത്തെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്താൻ ഒരു വ്യക്തിക്ക് സാധിക്കുമ്പോഴാണ് അവൻ വ്യക്തിപരമായി ദൈവത്തെ അറിഞ്ഞവനെന്ന് പറയാൻ സാധിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമുക്ക് മുമ്പ് കടന്നുപോയ ഒരുപാട് വിശുദ്ധർക്ക് ഒരുപാട് ആത്മാക്കളെ നേടാൻ സാധിച്ചത്. കാരണം അവരുടെ ജീവിതത്തിൽ അവർ യേശുവിനെ അനുഭവിച്ചറിഞ്ഞത് കൊണ്ട് അവർ ചെല്ലുന്നിടത്തുള്ള എല്ലാവരും യേശുവിനെ അനുഭവിച്ചുകൊണ്ടിരിക്കുക. എല്ലാവരും യേശുവിനെ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അവരെ വാക്ക് കേൾക്കുന്നവര്, അവരെ കാണുന്നവര്. അപ്പോസ്തലൻ പറയുന്നുണ്ട്, പത്രോസിന്റെയും പൗലോസിന്റെയും ഒക്കെ നിഴല് വീണപ്പോൾ പോലും രോഗികൾ സൗഖ്യം പ്രാപിക്കുക. കാരണം അവരെവിടെ ചെന്നാലും അനുഗ്രഹങ്ങൾ വർഷിച്ചുകൊണ്ടിരിക്കുക. ഇന്നുമുണ്ട് ഫ്രാൻസിസ് സേവ്യർ പുണ്യാളന്റെ ശരീരം ഗോവയിലിരിപ്പുണ്ട്. അതിനകത്ത് ആ ശരീരത്തിന് ഇപ്പോഴും ജീവനുള്ളതുകൊണ്ട് രക്തമൊക്കെ ഉണ്ട്. പക്ഷേ ഒരു മനുഷ്യൻ നടക്കുന്ന പോലെ നടക്കാൻ പറ്റുന്നില്ല. ആ ശരീരം അവിടെ ഇരുന്നു കൊണ്ട് ഒരു കാര്യം വിളിച്ചു പറയുന്നുണ്ട്, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. പ്രൈസ് ദി ലോർഡ്. സ്വരത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. നമ്മിൽ വിശുദ്ധി ഉണ്ടെങ്കിൽ, നമ്മൾ പരിശുദ്ധി ഉണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം വഴി ജീവിക്കും. ജോൺ ബെർണാഡ് മാർപ്പാപ്പ നിരവധി പേരെ യേശുവിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിരവധി കാര്യങ്ങൾ 26 വർഷം കൊണ്ട് ചെയ്തു. മരിച്ചു, എന്നാൽ ഇന്നും ജീവിക്കുന്നു. എങ്ങനെ ജീവിക്കുന്നു? നിരവധി പേരുടെ ജീവിതത്തിൽ ആ വ്യക്തി ഓർക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധിയും യേശുവിന്റെ പ്രവർത്തനവും തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മളും ഈ ഒരു അവസ്ഥയിലേക്ക് വന്നേ പറ്റൂ. പ്രൈസ് ദി ലോർഡ്. എന്നും കരഞ്ഞും പിഴിച്ചു രോഗിയാണ്, കഷ്ടപ്പാടിലാണ്, ദുഃഖത്തിലാണ്, വേദനയിലാണ്. രോഗം മാറുന്നില്ല, കടബാധ മാറുന്നില്ല, കുടുംബത്തിലെ പ്രശ്നം മാറുന്നില്ല. സകല സ്ഥലത്ത് ഓടി നടക്കിയ അസ്വസ്ഥതയായിട്ട്, ദുഃഖവുമായിട്ട്, വേദനയുമായിട്ട്, കണ്ണുനീരുമായിട്ട് എത്ര ധ്യാനം കൂടിയിട്ടും ധ്യാനം കൂടുമ്പോൾ ഒരു ആവേശമുണ്ട്. എന്നാൽ അത് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും വീണു പോയിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് മാറ്റപ്പെടണം. പിന്നെയോ ഇനി മുതൽ നമ്മുടെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിന്റെ വലിയ ശക്തി പ്രവർത്തിക്കാൻ തുടങ്ങണം. പ്രൈസ് ദി ലോർഡ്. കരമരുത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ. അതുകൊണ്ട് സഭയ്ക്ക് ഇന്ന് ഒരുപാട് വിശുദ്ധരെ ആവശ്യമുണ്ട്, ഒരുപാട് വിശുദ്ധരെ ആവശ്യമുണ്ട്. നാം തിരിച്ചറിയുന്നു, വിശ്വാസികളുടെയും രക്തസാക്ഷികളുടെയും ചുടുനിണം വീണ് വളർന്ന സഭയാണെങ്കിൽ ആ സഭയിൽ നിന്ന് രക്തം ചിന്താനും യേശു ക്രിസ്തുവിനെ ജീവിക്കാനും വേണ്ടി താല്പര്യമുള്ള നിരവധി വിശുദ്ധരെ ആവശ്യമുണ്ട്, നിരവധി വിശുദ്ധരെ ആവശ്യമുണ്ട്. അതുകൊണ്ട് തൊട്ടുമുത്തുമ്പോഴും നമുക്ക് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, നിങ്ങളെപ്പോലെ ഞങ്ങളുമായി തീരാൻ വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമേ. അതുകൊണ്ടൊരു വിശുദ്ധിയിലേക്ക് കടന്നു വരാൻ തീരുമാനമെടുക്കണം. അതുകൊണ്ട് ദൈവത്തിന്റെ വാക്കിനെ അവഹേളിക്കുന്ന അവസ്ഥ, പാപം ചെയ്യുന്നവർ ചെയ്യുന്ന അതാണ്, ദൈവത്തിന്റെ വാക്കിനെ അവഹേളിക്കുന്നു. ഉൽപ്പത്തി പുസ്തകത്തിന്റെ 2:16 മുതലുള്ള തിരുവചനം വായിക്കുക. ഉൽപ്പത്തി പുസ്തകം 2:16 മുതൽ അവിടെ നമുക്ക് കാണാൻ പറ്റും, ദൈവം ഒരു വാക്ക് പറയുന്നു, എന്നാൽ ദൈവം പറയുന്ന വാക്കിന് വിപരീതമായിട്ടാണ് സാത്താൻ വാക്കുകൾ പറയുക. പ്രൈസ് ദി ലോർഡ്. സ്വരത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉൽപ്പത്തി 2:16 വായിക്കാം നമുക്ക്. അവിടുന്ന് അവനോട് കൽപ്പിച്ചു, ആദത്തോടും ഹവ്വയോടും കൽപ്പിച്ചു, അവിടുന്ന് അവരോട് കൽപ്പിച്ചു, തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം ഭക്ഷിച്ചുകൊള്ളുക, തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം ഭക്ഷിച്ചുകൊള്ളുക. എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം നീ തിന്നരുത്, തിന്നുന്ന ദിവസം നീ മരിക്കും. കണ്ടോ, അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്, തിന്നുന്ന ദിവസം നീ മരിക്കും. പ്രൈസ് ദി ലോർഡ്. ഇത് ആര് പറഞ്ഞതാ? ദൈവം പറഞ്ഞു. ഉൽപ്പത്തി 3:2 വായിക്കാം. ദൈവം പറഞ്ഞു, ഇത് തിന്നാൽ നീ
മരിക്കും. ചിലരുടെ ഒരു ചോദ്യമാണ്, ഏൻ തോട്ടത്തിൽ മരം ഉള്ളത് കൊണ്ടല്ലേ പഴമുണ്ടായത്, പഴമുള്ളത് കൊണ്ടല്ലേ പറിച്ചു കഴിച്ചത്, കർത്താവ് എന്തിനാ അവിടെ മരം വെച്ച് പിടിപ്പിച്ചതെന്ന്. ഞാനൊരു കാര്യം പറയാം. ഇപ്പൊ എനിക്ക് ഒരു മേശ ഇവിടെ ഇട്ട് വന്നിട്ടുണ്ട്. ഈ മേശയിലാണ് എനിക്കിതെല്ലാം വെക്കാൻ പറ്റുക. അപ്പൊ ഞാനിതിവിടെ വെച്ചിട്ട്, ഇതിനകത്ത് ഇവിടെ വെച്ചിട്ട് പോയി സാധനം. ആ സാധനം അവിടെ വെച്ചിട്ട് പോയപ്പോൾ ഒരു കൊച്ചു കുട്ടി വന്നിട്ട് അതെടുത്ത് നശിപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് കൊച്ചു കുട്ടിയോട് ഞാൻ ചോദിക്കുകയാണ്, എന്തിനാ മോളെ അല്ലെ മോനെ നീ എടുത്ത് നശിപ്പിച്ചത്? അവ പറഞ്ഞു, അത് അവിടെ ഇരിക്കുന്ന കണ്ടിട്ട് ഞാനെടുത്ത് നശിപ്പിച്ചതാ. അപ്പൊ എല്ലാവരും കേൾക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നേരത്തെ ആരും ഇവിടെ തൊടാൻ പാടില്ല, നശിപ്പിക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരു നിയമമാണ്. പക്ഷെ അത് പറഞ്ഞപ്പോൾ അത് കേട്ടെങ്കിലും അത് നശിപ്പിച്ചിട്ട് ചോദിക്കുകയാണ്, എന്തിനാ ബ്രദർ ഇവിടെ കൊണ്ടുവന്ന് ഇത് വെക്കാൻ പോയത്? അതുകൊണ്ടല്ലേ ഞാൻ നശിപ്പിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയാവോ? ഇല്ല. നമ്മുടെയും ചോദ്യം അതാ എപ്പോഴും. ദൈവം തെറ്റിച്ച ദൈവത്തിന്റെ പറുദീസയിൽ ഏന്തോട്ടത്തിൽ ദൈവം തെറ്റിച്ചിരിക്കുന്ന ആ സ്ഥലത്ത് ദൈവം വൃക്ഷങ്ങളും എല്ലാ ശുദ്ധികർമ്മങ്ങളും അവിടെ നടത്തിയിട്ടുണ്ട്. നിരവധി ശുദ്ധികർമ്മം നടത്തി. അതിനാൽ ദൈവത്തിന് ഇഷ്ടമുള്ളിടത്ത് വെക്കാൻ അവകാശമുണ്ട്. കഴിക്കാനില്ലാഞ്ഞിട്ടല്ല. പിന്നെയോ ദൈവം കഴിക്കരുതെന്ന് പറഞ്ഞത് തന്നെ കഴിക്കണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് മറ്റൊരു കാര്യം വന്നിട്ടുണ്ട്. എന്താ അവിടെ സംഭവിക്കുന്നത്? ദൈവം പറഞ്ഞു, നിങ്ങളത് കഴിച്ചാൽ നിങ്ങൾ മരിക്കും. എന്നാൽ മറ്റൊരാളുടെ വാക്ക് കേൾക്കാൻ അവർ തയ്യാറായി. ഉൽപ്പത്തി പുസ്തകം 3:2 വായിക്കാം. സ്ത്രീ സർപ്പത്തോട് പറഞ്ഞു, സർപ്പമായിട്ട് സംസാരിച്ച സർപ്പത്തോട് പറഞ്ഞു, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ പഴങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷിക്കാം. തോട്ടത്തിൽ ഇഷ്ടംപോലെ വൃക്ഷമുണ്ട്, അതിന്റെ എല്ലാ ഫലങ്ങളും ഞങ്ങൾക്ക് ഭക്ഷിക്കാം. എന്നാൽ തോട്ടത്തിന്റെ നടുവിലുള്ള മരത്തിന്റെ പഴം ഭക്ഷിക്കുകയോ തൊടുക പോലുമോ അരുത്. തൊടാൻ പോലും പാടില്ല. വളരെ സീരിയസ് ആയിട്ടാ കാര്യം പറഞ്ഞിരിക്കുക. തൊടാൻ പോലും പാടില്ല. അപ്പോൾ അത് തൊടാൻ പോലും പാടില്ല. അടുത്ത വനം വായിക്കാം. ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധ പറഞ്ഞ ഹല്ലേലൂയ. ദൈവം നമ്മോട് ഇന്നത് ചെയ്താൽ മരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്കാണോ വില കൊടുത്തത്? സാത്താൻ പറഞ്ഞ കാര്യത്തിനാണ്. അടുത്ത വനം വായിക്കാം. സർപ്പം സ്ത്രീയോട് പറഞ്ഞു. സർപ്പത്തെ കുറിച്ച് വെളിപാട് പുസ്തകത്തിലും അതുപോലെ തന്നെ ഉൽപ്പത്തിയിലൊക്കെ നമുക്ക് കാണുന്ന ഒരു കാര്യമാണ്. സർപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിശാചാണ്. ആ പുരാതന സർപ്പം എന്ന് വെളിപാട് പുസ്തകത്തിൽ പറഞ്ഞു, പുരാതന സർപ്പം. അപ്പൊ അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്. സർപ്പം പറഞ്ഞു, സാത്താൻ പറഞ്ഞു. എന്താ പറഞ്ഞത്? നിങ്ങൾ മരിക്കുകയില്ല, നിങ്ങൾ മരിക്കത്തില്ല. ദൈവം മരിക്കുമെന്ന് പറഞ്ഞു, ഇവരെന്ത് പറഞ്ഞു? മരിക്കത്തില്ല. അപ്പൊ ചിലര് ഇങ്ങനെ സിഗരറ്റ് കട ചെല്ലുമ്പോഴത്തേക്ക് എല്ലാവരും വലിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എനിക്കെന്താ വലിച്ചാൽ കുഴപ്പം? വലിച്ചാൽ നീ നശിക്കും എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അത് നമുക്ക് നിയമമൊന്നും അല്ല. പിന്നെയോ ഒരുപാട് പേര് വലിക്കുന്നുണ്ട്, എനിക്ക് വലിച്ചാൽ എന്താ കുഴപ്പമെന്നുള്ളതാ ചോദ്യം പലരുടെ. അവനാണ് പുറപ്പാട് പുസ്തകത്തിന്റെ 23:2 പറയുന്നുണ്ട്, ഭൂരിപക്ഷത്തോട് ചേർന്ന് നിങ്ങൾ പാപം ചെയ്യരുത്. 1000 പേര് തീരുമാനമെടുക്കുകയാണ് ഒരു തിന്മയെ നന്മയാണെന്ന് അവർ പ്രഖ്യാപിച്ചാലും അതൊരിക്കലും നന്മയാകത്തില്ല. തിന്മയെ ഒരിക്കലും നന്മയാക്കാൻ പറ്റത്തില്ല, നന്മയെ ഒരിക്കലും തിന്മയാക്കാൻ പറ്റത്തില്ല. കാരണം തിന്മ അതിനാൽ തന്നെ തിന്മയാണ്, നന്മ അതിനാൽ തന്നെ നന്മയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വെളുത്ത ഒരു ഭിത്തിക്കകത്ത്, ഈ ഭിത്തിയിൽ വെളുത്ത ഭിത്തിയാണ്, ഇതിന്റെ പുറത്ത് കറുത്ത പെയിന്റ് അടിച്ചെന്നും പറഞ്ഞിട്ട് അതിന്റെ വെളുപ്പ് മാറിക്കിട്ടും. എന്നാൽ ആ വെളുപ്പ് അവിടെ തന്നെ ഉണ്ട്. വാസ്തവത്തിൽ ആ കറുത്ത പെയിന്റ് പൊളിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും വെളുപ്പ് കാണാനായിട്ട് സാധിക്കും. അടിച്ചു മറയ്ക്കാൻ പറ്റും, പക്ഷേ അതൊരു യാഥാർത്ഥ്യം തന്നെ, അതവിടെ തന്നെ ഉണ്ട്. നമ്മുടെ ജീവിതത്തിലും നിരവധി പേരിന്ന് നന്മയെ തിന്മയാക്കാനും തിന്മയെ നന്മയാക്കാനും നടപ്പുണ്ട്. എന്നാൽ ഈശോ പറഞ്ഞ എന്താണ്? തിന്മയെ നന്മയാക്കുക അല്ലെങ്കിൽ നന്മയെ തിന്മയാക്കുക എന്നുള്ളതല്ല, തിന്മയെ നന്മ കൊണ്ട് കീഴടക്കാനാണ് കർത്താവ് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധ പറഞ്ഞ ഹല്ലേലൂയ. വാക്കുകൾക്കൊക്കെ വളരെ അർത്ഥമുണ്ട്. അതുകൊണ്ട് ഓരോ വ്യക്തിയും ഇന്ന് കർത്താവിന്റെ തിരുസന്നിധിയിൽ തീരുമാനമെടുക്കണം. ഞാൻ ഏതവസ്ഥയിലാണ്? ദൈവം പറഞ്ഞു അത് കഴിച്ചാൽ, ഇത് ചെയ്താൽ, ഈ പ്രവൃത്തി ചെയ്താൽ നിങ്ങൾ മരിക്കും. സാത്താൻ പറഞ്ഞു നിങ്ങൾ മരിക്കത്തില്ല, നിങ്ങൾ കഴിച്ചാൽ മരിക്കത്തില്ല. ഒന്ന് വായിക്കാ വചനം. സർപ്പം സ്ത്രീയോട് പറഞ്ഞു, നിങ്ങൾ മരിക്കുകയില്ല, നിങ്ങൾ മരിക്കത്തില്ല. ദൈവം പറഞ്ഞതിന് വിരുദ്ധമായിട്ട് അവർ പറയുന്നത് മരിക്കത്തില്ല. അത് തിന്നുന്ന ദിവസം നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമെന്നും. കുറെ വാഗ്ദാനങ്ങൾ. ആരെ വാഗ്ദാനമാ? പിശാച് ഒരേ വാഗ്ദാനങ്ങൾ കൊടുത്തു. വായിച്ചോ. അത് തിന്നുന്ന ദിവസം നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമെന്നും, അത് തിന്നുന്ന ദിവസം നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമെന്നും, നന്മയും തിന്മയും അറിഞ്ഞ് നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്നും ദൈവത്തിനറിയാം. ആ വൃക്ഷത്തിന്റെ പഴം ആസ്വാദ്യവും കണ്ണിന് കൗതുകകരവും അറിവേകാൻ കഴിയുമെന്നതിനാൽ അഭികാമ്യവുമാണെന്ന് കണ്ട് അവൾ അത് പറിച്ചു തിന്നു. അത്രയും മതി. പ്രൈസ് ദി ലോർഡ്.
സ്വരത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇവിടെ ഒരു കാര്യം, സാത്താൻ ഭയങ്കര തന്ത്രശാലി. അതുകൊണ്ട് അവൻ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട് അവിടെ, നിങ്ങൾ ദൈവത്തെ പോലെയാകും ഇത് കഴിച്ചാൽ. പ്രൈസ് ദി ലോർഡ്. ആരെ പോലെയാകും? ദൈവത്തെ പോലെയാകും. വാസ്തവത്തിൽ അവനാ പറയുന്ന വാക്കിനകത്ത് ദൈവത്തെ പോലെ ആകാനാണ് നമ്മൾ വിളിക്കപ്പെട്ടത്. 1 പത്രോസ് 1:15, നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും പരിശുദ്ധരാകും. അപ്പൊ അതിനർത്ഥം എന്താണെന്നറിയാമോ? നിങ്ങൾ ദൈവത്തെ പോലെ ആവുക എന്ന് വെച്ചാൽ നിങ്ങൾ പരിശുദ്ധരാവുക എന്നാ. അപ്പോൾ നിങ്ങൾ പരിശുദ്ധരാകണമെങ്കിൽ നിങ്ങൾ ആരുടെ വാക്ക് കേൾക്കണം? പരിശുദ്ധനായവന്റെ വാക്ക് കേട്ടാലേ പരിശുദ്ധരാകത്തുള്ളൂ. പക്ഷെ സാത്താൻ ഇവിടെ ഒരു അടവ് ഉപയോഗിക്കുകയാണ്. എന്താണ്? ഞാൻ പറയുന്ന പോലെ കേട്ടാൽ നിങ്ങൾ ആരാകും? പരിശുദ്ധരാകും. പിശാച് പറഞ്ഞു കേട്ട് ഒരുപാട് പേര് മാനസാന്തരപ്പെടാൻ നടക്കുന്നുണ്ട്. അത് മാനസാന്തരമല്ല. സ്വർഗ്ഗത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ബൈബിൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, സാത്താന്റെ സുവിശേഷങ്ങളുണ്ട്, സാത്താന്റെ വചനങ്ങളുണ്ട്, അവന്റെ ചില വാക്കുകളുണ്ട്. ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മതമാണ് ചർച്ച് ഓഫ് സൈത്താൻ, സാത്താന്യ മതം. ഈ മതത്തിൽ പ്രത്യേകിച്ച് അവർക്ക് ചില നിഘണ്ടുക്കളൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ബൈബിളിലെ ഓരോ വാക്കിനും എതിരായിട്ടുള്ള വാക്കുകളാണ് അവരുപയോഗിച്ചുകൊണ്ടിരിക്കുക. അതിനെക്കുറിച്ച് ഇനിയുള്ള ഭാഗങ്ങൾ നമ്മൾ ചിന്തിക്കും, മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ ആരുടെ വാക്ക് കേട്ടാണ് ജീവിക്കേണ്ടതെന്ന് ഓരോ വ്യക്തിയും ചിന്തിക്കണം. പ്രൈസ് സ്വർഗ്ഗത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ വാക്ക് കേട്ടാ ഞാൻ ജീവിക്കേണ്ട. ദൈവത്തിന്റെ വാക്ക്. സാത്താന്റെ വാക്ക് കേട്ട് ഞാൻ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും എന്തുറപ്പാ? മരണം ഉറപ്പാ, മരണം ഉറപ്പാ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മരണത്തിൻ്റെതായിട്ട് കിടക്കുന്ന എല്ലാ അംശങ്ങളെയും നമ്മൾ എടുത്തു മാറ്റി ഒരു പുതിയ ജീവിതത്തിന് വേണ്ടി ഒരുങ്ങാനായിട്ട് ഓരോ വ്യക്തിയും ചിന്തിക്കേണ്ടതാണ്, തീരുമാനമെടുക്കേണ്ടതാണ്. അന്ന് കൈയുയർത്തി പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തനത്തിന്റെ 37:9 നമുക്ക് വായിക്കാം. സങ്കീർത്തനം 37:9. അവിടെ ചിലർക്ക് ഒരു സംശയം കിടക്കുന്ന ഒരു കാര്യമാണ്. ഒരുപാട് ദുഷ്ടന്മാര് പാപം ചെയ്യുന്നുണ്ട്, ഒരുപാട് പേര് ദുഷ്ടത പ്രവർത്തിക്കുന്നുണ്ട്. 1 മുതൽ തുടങ്ങാം. അവിടെ ഒരുപാട് പേര് ഇങ്ങനെ തിന്മ പ്രവർത്തിച്ച് ജീവിക്കുന്നുണ്ട്. പക്ഷെ അവർക്കൊന്നും ഒരു കുഴപ്പവുമില്ല. പലരെ സംശയത, അവർക്കൊന്നും ഒരു കുഴപ്പവുമില്ല. അവർ 2 നില വീട് വെക്കുന്നു, 3 നില വീട് വെക്കുന്നു, കോടിക്കണക്കിന് രൂപ ആസ്തിയുണ്ട്, ഇങ്ങനെ ജീവിച്ചു പോകുന്നു. ഇവിടെ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, വിശുദ്ധിയോടെ ജീവിക്കുന്നു, നമുക്കൊന്നുമില്ല. ഇങ്ങനെ പരാതിപ്പെട്ട് കഴിയുന്ന ഒരുപാട് വ്യക്തികളെ നോക്കി കർത്താവ് ഒരു വാക്ക് പറയുന്നുണ്ട്. വായിക്കാം നമുക്ക്. ദുഷ്ടരെ കണ്ട് നീ അസ്വസ്ഥനാകേണ്ട. ദുഷ്ടനെ കണ്ട് നീ അസ്വസ്ഥനാകേണ്ട. ദുഷ്ടനെ കണ്ട് നീ അസ്വസ്ഥനാകേണ്ട. ദുഷ്കർമ്മികളോട് അസൂയപ്പെടുകയും വേണ്ട. ദുഷ്ടരോട് അസൂയപ്പെടുകയും വേണ്ട. അവർക്കുള്ള അഭിവൃദ്ധി കണ്ട് അസൂയപ്പെടുകയും വേണ്ട. അവർ പുല്ലുപോലെ പെട്ടെന്ന് ഉണങ്ങിപ്പോകും. അവർ പുല്ലുപോലെ പെട്ടെന്ന് ഉണങ്ങിപ്പോകും. പ്രൈസ് ദി ലോർഡ്. സ്വർഗ്ഗത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. അവർ പുല്ലുപോലെ പെട്ടെന്ന് ഉണങ്ങിപ്പോകും. 9-ാം തിരുവചനം വായിക്കും. 9-ാം തിരുവചനം. അവർ പുല്ലുപോലെ പെട്ടെന്ന് ഉണങ്ങിപ്പോകും. ദുഷ്ടർ വിച്ഛേദിക്കപ്പെടും. ദുഷ്ടർ വിച്ഛേദിക്കപ്പെടും. കർത്താവിനെ കാത്തിരിക്കുന്നവർ ഭൂമി കൈവശമാക്കും. കണ്ടോ? കർത്താവിനെ കാത്തിരിക്കുന്നവർ ഭൂമി കൈവശമാക്കും. അല്പസമയം കഴിഞ്ഞാൽ ദുഷ്ടൻ ഇല്ലാതാകും. അല്പസമയം കഴിഞ്ഞാൽ, കുറച്ചു നേരത്തേക്ക് അവൻ കാണും, പക്ഷെ കുറച്ചു കഴിഞ്ഞാൽ ദുഷ്ടൻ ഇല്ലാതെയാകും. അവന്റെ സ്ഥലത്ത് എത്ര അന്വേഷിച്ചാലും അവനെ കാണുകയില്ല. അവന്റെ സ്ഥലത്ത് എത്ര അന്വേഷിച്ചാലും അവനെ കാണത്തില്ല. പത്രമൊക്കെ വായിച്ചത് കാണാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. സ്വർഗ്ഗത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. മല പോലെ വളർന്നു, അവസാനം തറ പോലും ഇല്ലാതെയായി. ഇതാ മനുഷ്യന്റെ അവസ്ഥ, ദുഷ്ടന്റെ അവസ്ഥ അതാ. എന്നാൽ നീതിയോടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, സങ്കുരത്തോടെ നമ്മുടെ ജീവിതത്തെ നമുക്ക് അനുഭവിക്കാൻ പറ്റും. അതവിടെ നിൽക്കും. ഒരു കുഴപ്പവും ഉണ്ടാകത്തില്ല. ധൈര്യത്തോടെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഇന്ന് കർത്താവിന്റെ തിരുസ ഓരോ വ്യക്തിയും തീരുമാനമെടുക്കണം. മറ്റൊന്ന്, നമ്മൾ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോഴെല്ലാം നമുക്ക് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 19-ാം തിരുവചനം. എന്തുകൊണ്ടാണ് മനുഷ്യൻ ധ്യാനം കൂടാത്തത്? ഒന്ന് കൈയുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ധ്യാനം കൂടാൻ ഇഷ്ടപ്പെടാത്തതിന്റെ കാരണം, ധ്യാനം കൂടാൻ വരാത്തതിന്റെ കാരണം എന്തുകൊണ്ടാണെന്ന് വ്യക്തമായി ഈശോ തന്നെ പഠിപ്പിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 19-ാം തിരുവചനം. ഇതാണ് ശിക്ഷാവിധി. ഇതാണ് ശിക്ഷാവിധി. പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും യേശു ലോകത്തിലേക്ക് വന്നിട്ടും രക്ഷിക്കാൻ വന്നിട്ടും മനുഷ്യൻ പ്രകാശത്തെക്കാൾ ദൈവത്തെക്കാൾ സത്യത്തെക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു. പാപത്തെ സ്നേഹിച്ചു. പ്രൈസ് ദി ലോർഡ്. ചെറുതി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം എന്തിനോടാണ്? ദൈവത്തോടല്ല, അന്ധകാരത്തോടാണ്. അതുകൊണ്ട്
മനുഷ്യൻ അന്ധകാരത്തെ സ്നേഹിക്കാൻ തുടങ്ങി. അപ്പൊ അവന് തന്നെ അറിയാൻ പറ്റും ചിലർക്ക് എന്നിൽ അന്ധകാരമുണ്ട്. ചിലർ അവസാന കുടി കുടിക്കുന്ന ആൾക്കാരുണ്ട് ധ്യാനേന്ദ്രത്തിൽ വരുമ്പോൾ. കാരണം എന്തായാലും കുടി നിർത്തണം, അതുകൊണ്ട് അവസാനമായിട്ടൊരു കുടി കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പ്രൈസലോ. ഇവിടെ ആരെങ്കിലും ഉണ്ടോ അവസാന കുടി കുടിച്ചിട്ട് ധ്യാന കേന്ദ്രത്തിൽ പോയിട്ടുള്ളൊരു? ധൈര്യമായിട്ട് കൈവൃത്തിക്ക്, ഒരു കുഴപ്പമില്ല. വല്ലവരും ഉണ്ടോ? ചിലപ്പോൾ ഒക്കെ കണ്ടേക്കാൻ ചിലരെയൊക്കെ. ചിലർക്ക് ചിരി വരുന്നുണ്ട്, കാണാൻ സാധ്യതയുണ്ട്. അതാ വായിച്ചു. കാരണം അവരുടെ പ്രവൃത്തികൾ തിന്മ നിറഞ്ഞതായിരുന്നു. കാരണം അവർ പ്രകാശത്തിന്റെ അടുത്തേക്ക്, ദൈവവചനത്തിന്റെ അടുത്തേക്ക്, ധ്യാന ശുശ്രൂഷകളിലേക്ക് അല്ലെങ്കിൽ കർത്താവിന്റെ വചനത്തിന്റെ അടുക്കിലേക്ക് വരാത്തതിന്റെ കാരണം അവരെ പ്രവർത്തികൾ തിന്മ നിറഞ്ഞതാ. പ്രൈസലോ. അപ്പൊ തിന്മ നിറഞ്ഞതാ. തിന്മ പ്രവർത്തിക്കുന്നവൻ, കണ്ടോ, തിന്മ പ്രവർത്തിക്കുന്ന വാക്ക് കൃത്യമാണ്. തിന്മ പ്രവർത്തിക്കുന്നവൻ പ്രകാശത്തെ വെറുക്കുന്നു. കണ്ടോ, വിശുദ്ധിയെ വെറുക്കുന്നു, ദൈവത്തെ വെറുക്കുന്നു, പ്രകാശത്തെ വെറുക്കുന്നു. കാരണം തിന്മ പ്രവർത്തിക്കുന്നവൻ അവനെ വെറുത്തോണ്ടിരിക്കുക. അവന്റെ പ്രവൃത്തികൾ വെളിപ്പെടാതിരിക്കുന്നതിന് അവൻ വെളിച്ചത്ത് വരുന്നുമില്ല. വെളിപ്പെടുമെന്ന് അവൻ അറിയാം. അതുകൊണ്ട് വെളിപ്പെടാതിരിക്കാൻ വേണ്ടി അവൻ വെളിച്ചത്തിലേക്ക് വരുന്നില്ല. ധ്യാനം കൂടിയ നന്നാകുമെന്ന് അറിയാം, പക്ഷെ അതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല? ധ്യാനം കൂടുന്നില്ല. പ്രൈസലോ. സുറത്തിൽ പറഞ്ഞ ഹാലലിയ, ഹാലലിയ. ബീഡി വലി ഉപേക്ഷിക്കണമെന്നറിയാം, പുകവലി ഉപേക്ഷിക്കണമെന്നറിയാം, മദ്യപാനം ഉപേക്ഷിക്കണമെന്നറിയാം, ജഡികവാ ഉപേക്ഷിക്കണമെന്നറിയാം, അതുപോലെ മോഷണം ഉപേക്ഷിക്കണമെന്നറിയാം, തന്റേതായിരിക്കുന്ന പാപപ്രവർത്തികൾ ഉപേക്ഷിക്കണമെന്നറിയാം. അതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല? അവൻ വരുന്നില്ല. കണ്ടോ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിച്ചു നോക്കണം. എൻ്റെ ജീവിതത്തിൽ ഞാൻ പലപ്പോഴും, അതുകൊണ്ടാണ് വിശുദ്ധീകരണ മേഖലകളിലേക്ക് കടന്നു വരുമ്പോൾ ഒരുപാട് പേർക്ക് താല്പര്യമില്ല. എന്നാൽ ഈശോ പറയുകയാണ്, വിശുദ്ധ ഗ്രന്ഥം ഉള്ളത് കൊണ്ട് ഇനി ആർക്കും ഒഴിവ് കഴിവില്ല. പ്രൈസലോ. യോഹന്നാന്റെ സുവിശേഷം നമുക്ക് വായിക്കാം. അവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്, ഒരു വ്യക്തിക്ക് പോലും ഒഴിവ് കഴിവില്ല. 15:21. ഇതിനകത്ത് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് ഓരോ വ്യക്തിയും ചിന്തിക്കേണ്ട കാര്യമുണ്ട്. ഇത് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ഒരിക്കലും നിയമം കിട്ടിയില്ല, വചനം കേട്ടില്ല എന്ന് ആർക്കും പറയാൻ പറ്റില്ല. പ്രൈസലോ. സുറത്തിൽ പറഞ്ഞ ഹാലലിയ. ബൈബിളിൽ ഇങ്ങനെ ഒരു വാക്കുണ്ട്, മത്തായി 13:14 പറയുന്നുണ്ട്, നിങ്ങൾ തീർച്ചയായും കേൾക്കും. എന്ന് വെച്ചാൽ അർത്ഥം, ഇന്ന് സ്റ്റൈലിനാണെങ്കിൽ പോലും പല ഇടവകളിലും ഞങ്ങൾ പലപ്പോഴും ധ്യാനിപ്പിക്കാൻ ചെല്ലും. അതുകൊണ്ട് അച്ഛന്മാർ പലപ്പോഴും പിണങ്ങാറുണ്ട്. ചില ഇടവകയിൽ നിന്ന് വന്നിട്ട് പറയും, ഞങ്ങളുടെ പള്ളി പെരുന്നാളാണ്, അതുകൊണ്ട് ഒരു ധ്യാനം നടത്തി തരണം. എത്ര ദിവസമാണ്? 3 ദിവസം. 7:30 വരെ വെടിക്കെട്ടും, അത് കഴിഞ്ഞ് 7:30 ധ്യാന ശുശ്രൂഷ തുടങ്ങാം. 8:30 ആൾക്കാർക്ക് വീട്ടിൽ കൊണ്ടുകൊണ്ട് നിർത്തണം, പേരിന് വേണ്ടി മാത്രം. കാര്യം ചോദിച്ചു പറയുമ്പോഴാണ് പറയുന്നത്, അപ്പുറത്തെ പള്ളി പെരുന്നാളായിരുന്നപ്പോൾ അവിടെ 2 ദിവസം ധ്യാനം വെച്ച്, നമ്മളങ്ങനെ കുറയാൻ പാടില്ലല്ലോ, 3 ദിവസമെങ്കിലും വെക്കണ്ടേ. ഒരു സ്റ്റൈലായി മാറിയിരിക്കുക ഇപ്പൊ ധ്യാനം, ഒരു സ്റ്റൈലായി മാറിയിരിക്കുക. അപ്പൊ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ എന്തുമാത്രം എന്ത് വില കൊടുക്കുന്നുണ്ട് ദൈവത്തിന്റെ വചനത്തിന്, ദൈവത്തിന് കൊടുക്കുന്നുണ്ട്. തിരുവചനം പറയുകയാണ്, ഈ ഭൂമിയിലുള്ള എല്ലാവരും മാനസാന്തരപ്പെടുന്ന ഒരൊറ്റ വചനം ബൈബിളിലില്ല കേട്ടോ. എന്നാൽ മത്തായി 24:14 പറയുന്നുണ്ട്, ജനതകളുടെ സാക്ഷ്യത്തിനായി ദൈവരാജ്യത്തിന്റെ സുവിശേഷം ലോകം മുഴുവനും പ്രഘോഷിക്കപ്പെടും. പ്രൈസലോ. ഹല്ലേലൂയ. ജനതകളുടെ സാക്ഷ്യം എന്തായിരിക്കും അറിയാമോ? ഞങ്ങൾ ഇപ്പൊ TV-യിലൂടെ ഒക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്, ഇവിടുത്തെ പ്രോഗ്രാമൊക്കെ TV-യിലൂടെ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ TV-യിലൂടെ എല്ലാം പ്രോഗ്രാമുകൾ വരാൻ കാരണം, ഇന്ന് ശുശ്രൂഷകൾ വളരാൻ കാരണം എന്താ അറിയാമോ? കർത്താവിന്റെ വിധി തത്വത്തിൽ തീർച്ചയായിട്ടും ഒരു വിധിയുണ്ട്. 2 വിധിയെക്കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നു, ഒന്ന് ശിക്ഷാവിധി, ഒന്ന് ന്യായവിധി. വിധി വരുമ്പോൾ കർത്താവ് ചോദിക്കും, എൻ്റെ മകനെ മകളെ, നിനക്ക് മാനസാന്തരപ്പെടാൻ നിന്റെ ഇടവകയിൽ എത്രയോ അവസരം തന്നു. ധ്യാനകേന്ദ്രത്തിൽ പോയി ധ്യാനം കൂടാൻ ചിലപ്പോൾ നിനക്ക് കാശില്ലായിരുന്നിരിക്കാം, സമയമില്ലായിരുന്നിരിക്കാം. അതുകൊണ്ടാണ് നിന്റെ ഇടവകയിലേക്ക് ഞാൻ ആൾക്കാരെ അയച്ചത്. അതിനാൽ എന്നിട്ട് നീ ധ്യാനം കൂടിയോ, നീ വചനം കേട്ടോ? തിരുവചനം പറയുകയാണ്, എങ്ങനെയും നീ കേട്ടിരിക്കും. തീർച്ചയായിട്ടും കേരളത്തിൽ ഇനി കർത്താവിന്റെ വചനം കേൾക്കാത്ത ഒരു വ്യക്തി പോലും ഇല്ലെന്ന് എനിക്കറിയാം, ക്രിസ്ത്യാനികളാണെങ്കിൽ. കാരണം കേട്ടിരിക്കാൻ വേണ്ടി ഇടവകയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ എല്ലാവരും പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഒരു ധ്യാനം പോലും നടക്കാത്ത ഇടവകകൾ ഇന്ന് കേരളത്തിലില്ല. ഉണ്ടോ? ഇല്ല, എല്ലായിടത്തും ഉണ്ട്. പെരുന്നാളിൽ ഇപ്പോൾ എല്ലാ സ്ഥലത്തും ധ്യാനം വെക്കാറുണ്ട്. അപ്പൊ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം, എനിക്ക് രക്ഷ പ്രാപിക്കാൻ സംവിധാനം ഇല്ലാഞ്ഞിട്ടല്ല, വിശുദ്ധി പ്രാപിക്കാൻ സംവിധാനം ഇല്ലാഞ്ഞിട്ടല്ല, പിന്നെയോ ഞാൻ ദൈവം ഒരുക്കിയ സംവിധാനത്തെ സ്വീകരിക്കാതിരിക്കുന്നു. അപ്പൊ ഇവിടെ പറയുകയാണ്, നമ്മോട് കർത്താവ് ചോദിക്കും, മോനെ മോളെ, നീ ചെയ്ത പാപത്തെക്കുറിച്ച് അവിടെ വന്ന് പലരും പ്രഘോഷിച്ചല്ലോ. ചിലർ ആരാന്നറിയാമോ? മരിച്ച് ചെന്നിട്ട് മാനസാന്തരപ്പെടാവുന്ന അവരെ കുറിച്ച് ബൈബിൾ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ലാസറിന്റെയും ധനവാന്റെയും കഥയിൽ ഉപമയിൽ നമുക്ക് കാണാൻ പറ്റും. ഈശോ പറയുകയാണ്, അവിടെ വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് പറയുമ്പോൾ, അബ്രഹാം പിതാവിന്റെ മടിയിൽ ലാസർ ഇരിക്കുന്നു, ധനവാനാകട്ടെ നരകത്തിൽ കിടക്കുക.
അവിടെ കിടന്നുകൊണ്ട് പറയുകയാണ്, അബ്രഹാം പിതാവെ ഒരു ഉപകാരം ചെയ്യണം, കാരണം എൻ്റെ ചേട്ടനും അനിയനും സഹോദരങ്ങളും എല്ലാം കൂടി വഴിതെറ്റിയ ജീവിതം നയിക്കുക. അതുകൊണ്ട് ഈ മരിച്ച ഈ ലാസറിനെ ഭൂമിയിലേക്ക് ഒന്നയക്കണം, അവരെ മാനസാന്തരപ്പെടുത്താൻ. അപ്പൊ നമ്മുടെ അബ്രഹാം പറയുന്നൊരു വാക്കെന്താണെന്നറിയാമോ? മോശയും പ്രവാചകന്മാരും വന്ന് ഒരുപാട് ധ്യാനവും കൺവെൻഷനും അവിടെ നടത്തിയിട്ട് മാനസാന്തരപ്പെടാത്തവരാണെങ്കിൽ പിന്നെ ഇവൻ ചെന്നാൽ അവർ മാനസാന്തരപ്പെടാൻ പോകുന്നില്ല. പ്രൈസലോ, ഹല്ലേലൂയ. അതുകൊണ്ട് ഓരോ വ്യക്തിയും ചിന്തിക്കണം, ഞാൻ ഏതവസ്ഥയിലാണ് നിൽക്കുന്നത്, ഏതവസ്ഥയിലാണ് നിൽക്കുന്നത്. ഓരോ വ്യക്തിയും ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തിരുവചനം പറയുന്നു, യോഹന്നാൻ 15:20 പറയുന്നു, നിങ്ങൾ ചെയ്ത പാപത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഒഴിവ് കഴിവില്ലിനി. പ്രൈസലോ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്കൊരിക്കലും ഒഴിവ് കഴിവില്ല. എന്താ കാര്യം എന്നറിയാമോ? നിങ്ങളുടെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ, ഞാനാണെങ്കിലും ആരാണെങ്കിലും ശരി തന്നെ, വചനം പറഞ്ഞ ഞാനാണെങ്കിലും ശരി തന്നെ, ഒഴിവ് കഴിവില്ല എന്ന് വെച്ചാൽ അർത്ഥം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ പാപത്തെക്കുറിച്ച് കേട്ടിരുന്നില്ലായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, കേട്ടത് കൊണ്ട് ഇനി ഒഴിവ് കഴിവ് ഇല്ല, ഒഴിവ് കഴിവില്ല. അതുകൊണ്ട് കേൾക്കുന്ന ഓരോ പാപത്തെ ഓർത്തും അനുദപിച്ചേ പറ്റുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. സ്വരത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ.